മനുഷ്യർക്ക് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. മനുഷ്യരെ കുറിച്ച് പടച്ച്, മനുഷ്യരെ സംവിധാനിച്ച്, മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഒരുക്കി. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാ, ആകാശമുണ്ടാക്കി തന്നു, ഭൂമിയെ അവന് സൗകര്യമാക്കി തന്നു. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, ആകാശത്തുനിന്ന് കുത്തിച്ചൊരിയുന്ന മഴവെള്ളം തന്നിരിക്കുന്നു. വഖലഖനാകും അസ്വാജ, ഇണകളാക്കി നിങ്ങളെ പടച്ചിരിക്കുന്നു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന നമ്മുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. എല്ലാ മിമ്പറിലും ഈ വാക്ക് പറയുന്നുണ്ട്, ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും ഉത്തമമായ സംസാരം അല്ലാഹുവിന്റെ കലാമാണ്. വഖൈറുൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല മാതൃകയായി പിൻപറ്റേണ്ട മാതൃക നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയാണ്. മനുഷ്യരെ കുറിച്ച് നന്നായി അറിയുന്ന, അവന്റെ പ്രശ്നങ്ങൾ അറിയുന്ന, അവന്റെ മനസ്സറിയുന്ന, യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്ന രഹസ്യങ്ങൾ അറിയുന്നത് അള്ളയാണ്. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ അള്ളയാണ്. മനുഷ്യന്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും രഹസ്യ പരസ്യങ്ങൾ അറിയുന്നത് റബ്ബാണ്. റബ്ബിനറിയാം ഇത്. ഈ വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോ എന്താ മനുഷ്യൻ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന ഇന്ന പരീക്ഷണങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് പല നിലക്കും ഖൗഫ് തരും, പേടി തരും, വിശപ്പ് തരും. പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങളുണ്ടാകും, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടാകും, ധനനഷ്ടമുണ്ടാകും, കൃഷി നഷ്ടമുണ്ടാകും. ഇങ്ങനെ പല പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആത്മഹത്യയാണോ പരിഹാരം? അല്ല, ഒരിക്കലുമല്ല. കൊലപാതകമാണോ പരിഹാരം? അല്ല. പലിശയും ഇടപാടുകളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണോ സമാധാനത്തിന്റെ വഴി? അല്ല. മദ്യവും ലഹരിയും കഞ്ചാവുമാണോ? ഒരിക്കലുമല്ല പരിഹാരം. പിന്നെന്താ പരിഹാരം? വബശ്ശിരിസ് സാബിരീൻ, നന്നായി ക്ഷമയോടെ നേരിടാൻ കഴിഞ്ഞവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. എന്ത് ജീവിത പ്രതിസന്ധി വന്നാലും ഇതെനിക്ക് പടച്ചോൻ തന്നതാണ്, ഞാനിതെല്ലാം സഹിച്ച് ക്ഷമിച്ചു നിന്നാൽ എനിക്ക് പ്രതിഫലം കിട്ടും. എൻ്റെ ലോകം ഇതല്ല, ഇത് താൽക്കാലിക ലോകമാണ്. ഇവിടെ ആരും സുഖിച്ചിട്ടില്ലടോ. എത്ര കൊല്ലം എത്ര പുണ്യം ചെയ്തവനാണെങ്കിലും ഒരു ദിവസം വന്നാൽ ഇദാ ജാഅ അജലുഹാ, അവന്റെ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും ആർക്കും നീട്ടിക്കൊടുത്തിട്ടില്ല. എത്ര അമ്പിയാക്കന്മാര്, മഹാന്മാര്, ഔലിയാക്കന്മാര് ലോകത്തു നിന്ന് അവരെത്രയോ പുണ്യം ചെയ്തവരാണ്. പക്ഷേ മരണത്തിന്റെ സമയമായാൽ അവര് പോലും മരിക്കുകയാണ്. അതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ വാചകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കും, സംശയമില്ല. ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഒരുപാട് നന്മ ചെയ്തു, നല്ലൊരു മനുഷ്യനായി ജീവിച്ചു. എന്നാൽ ഇവിടെ വർഷങ്ങളോളം മരിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ, ഈ ലോകത്ത് ഒരാൾക്ക് ശാശ്വതമായി ജീവിക്കാനുള്ള സൗകര്യം ഈ ദുനിയാവ് കൊടുക്കുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അവസാന പ്രവാചകനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാതെ ഇവിടെ ജീവിക്കേണ്ടതായിരുന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് അവസാന നിമിഷത്തിൽ ഇല റഫീഖിൽ അഅ്ലാ എന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ ഒരു നേതാവുണ്ട്. അഥവാ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും സുദ്ദീഖുമാരും ശുഹദാക്കന്മാരും ഒക്കെ മരിക്കുന്ന പോലെ എല്ലാ മനുഷ്യരും മരിക്കും. നമ്മളാരും ഈ ദുനിയാവിൽ പൂർണ്ണമായി ഇവിടെ മാത്രം ജീവിക്കാൻ വന്നവരല്ല. നിശ്ചയിക്കപ്പെട്ട അവധി വന്നു കഴിഞ്ഞാൽ അവർ മരിക്കുമെന്ന ബോധമുണ്ടാവണം. അഥവാ എൻ്റെ ഈ അനുഭവങ്ങൾ എൻ്റെ മരണം വരെയാണ്. അതേപോലെ തന്നെയാണ് ഉലമാക്കന്മാർ പറയാണ്, മനുഷ്യന് സമാധാനം കിട്ടാൻ എന്തൊക്കെ ബുദ്ധിമുട്ടും വിഷമങ്ങളും വന്നാൽ, കോടികൾ നഷ്ടപ്പെട്ടവർ, ഇന്നൊരു സഹോദരൻ വിളിച്ചത് 60 ലക്ഷം രൂപ പ്രതീക്ഷയോടുകൂടി ബിസിനസ്സിലേക്ക് ഇറക്കി 1 രൂപ പോലും തിരിച്ചു കിട്ടാത്ത ദുരവസ്ഥയിലാണുള്ളത്. ഇങ്ങനെ
ഓരോരുത്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ എന്താണ് വഴി? അല്ലാഹു പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാണ്, ദൈവസ്മരണകളാണ്, യുക്തിവാദമല്ല, മതനിരാസമല്ല, തോന്നിവാസങ്ങളല്ല, സെക്സോ അശ്ലീലതകളോ ലഹരിയോ അല്ല മനുഷ്യ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. എൻ്റെ പടച്ചോൻ, എൻ്റെ റബ്ബ് എന്ന ചിന്തയാണ് മനുഷ്യ നിനക്ക് സമാധാനം തരുന്നത്. ദിക്ർ ഒരിക്കലും നീ വിട്ടുപോകേണ്ടലാ. യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിനക്കുണ്ടാവണം. നിന്റെ നാവുകൾ സ്മരണകളാൽ നനഞ്ഞുകൊണ്ടേയിരിക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ദിക്ർ എന്ന സംഭവം, ആളുകൾ ചിലരൊക്കെ വിചാരിച്ച് ഇവർക്ക് ദിക്റില്ല, ഇവർക്ക് സ്വലാത്തില്ല. സുഹൃത്തേ, എൻ്റെ സംസാരം തുടങ്ങിയത് പോലും സ്വലാത്ത് പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകരുടെ പേരുകൾ ഇവിടെ പറയുമ്പോഴെല്ലാം അവിടെ ഒരു ഊർജ്ജത്തിലുള്ള ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലെങ്കിലും എല്ലാവരും സ്വലാത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. ദിക്റില്ലാത്തവരല്ല. ഇസ്ലാം പറഞ്ഞ ദിക്റുകൾ രാവിലെ എഴുന്നേറ്റത് മുതൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, വാഹനത്തിൽ കയറിയപ്പോൾ, ഈ സദസ്സിലിരിക്കുമ്പോൾ പോലും റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. മജ്ലിസിൽ നബി തങ്ങൾ പറയാറുള്ള പ്രാർത്ഥനാ ദിക്ർ. ഇങ്ങനെ മനുഷ്യ നിന്റെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള ദിക്റുകൾ കൊണ്ട് നനയണം. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദിക്റിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തിന് വെള്ളം എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെയാണ്. ആ വെള്ളം അങ്ങ് വറ്റിക്കഴിഞ്ഞാൽ മത്സ്യത്തിന് പിന്നെ ജീവൻ പോലും നിലനിർത്താൻ കഴിയാത്ത പോലെ ദിക്ർ ഒരാൾ ഒഴിവാക്കിയാൽ അവന്റെ ജീവിതത്തിന്റെ, അവന്റെ കൽബ്, ആ കൽബ് പോലും ശൂന്യമാവുകയാണ്. അവനൊരു മയ്യത്തിനു സമാനമാണ്. എന്നാൽ ദിക്ർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അത് ലാ കണ്ണ ഇല്ലല്ലാ, ലാ നാക ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ, ലാ കണ്ണ ഇല്ലല്ലാ തുടങ്ങിയ ഒരുപാട് കെട്ടുകഥകൾ നിറഞ്ഞ ദീന് പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ദിക്റാണ് ഓർമ്മ വരുന്നത്. ബാ അലവി അൽ മാലിക് ഉണ്ടാക്കിയ ഹദ്ദാദ് റാത്തീബാണ് ആളുകൾക്ക് ഓർമ്മ വരുന്നത്. അതല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് 100 115 കൊല്ലം പഴക്കമുള്ള നഫീസത്ത് മാലയാണ് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ 300 400 കൊല്ലം പഴക്കമുള്ള മുഹയ്യുദ്ദീൻ മാലയാണ് ജനങ്ങളുടെ മനസ്സിൽ വരുന്നത്. അതുമല്ലെങ്കിൽ മങ്കൂസ് മൗലൂദാണ്, അല്ലെങ്കിൽ ഖുതുബിയ്യത്താണ്. ഇതൊന്നുമല്ല ദിക്ർ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കണം. അപ്പം നബി തങ്ങൾ അത് പഠിപ്പിച്ചൊന്നു, എന്തൊക്കെ ചൊല്ലണം, എന്തൊക്കെ ചൊല്ലണ്ട. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. എണ്ണം പറഞ്ഞത്, സമയം പറഞ്ഞത്, പ്രതിഫലം പറഞ്ഞത്. എന്നാൽ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമായി ഒരു ദിക്ർ പോലും ഉണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൽ വലിയ വിദ്യാസമ്പന്നരായ നല്ല നല്ല കഴിവുറ്റുള്ള ഡോക്ടർമാരൊക്കെയുള്ള, ചിലരൊക്കെ എങ്കിലും പറയാറുള്ള കേരളം നമ്പർ 1 എന്നൊക്കെ പറയുന്ന ഒരു പൊതുനിലത്ത് ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. ഒരു കാസിമി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ പേരെടുത്ത് പറയുന്നത് നസിഹത്തോടെ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയാണ്. തീജാനി ത്വരീഖത്തിന്റെ ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം. ആ ദിക്ർ നിങ്ങൾ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 6000 തവണ ഖുർആൻ ഓതുന്നതിനേക്കാൾ പ്രതിഫലമാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? യൂട്യൂബിൽ അടിച്ചെന്ന് കിട്ടും. ഇന്ന് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് നുണ പറഞ്ഞാലും പിടിക്കാൻ നല്ലൊരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദിക്ർ ചൊല്ലിയാൽ ഖൈറുൽ കലാമിന്റെ 6000 പ്രാവശ്യമുള്ളതിനേക്കാൾ മഹത്തരമുണ്ടെന്ന് പറഞ്ഞു. ഈ ജനങ്ങളെ യഥാർത്ഥ ദിക്റിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയാണ്. യഥാർത്ഥ സ്വലാത്തിൽ നിന്ന് ആരൊക്കെയോ വഞ്ചിക്കുകയാണ്. പകരം നബിയെ സ്വപ്നം കാണാനുള്ള സ്വലാത്ത് നബി പഠിപ്പിച്ചിട്ടില്ല, ആരൊക്കെയോ എഴുതിയുണ്ടാക്കി. താജു സ്വലാത്ത് നബി പഠിപ്പിച്ച ദിക്റിൽപ്പെട്ടതല്ല, സ്വലാത്തിൽപ്പെട്ടതല്ല. കെഞ്ചുൽ അർശി, സിൽസിൽ ബൗൽ, ഇങ്ങനെ കെട്ടുകണക്കിനുണ്ട്. അതേപോലെ തന്നെ നാരിയ സ്വലാത്ത് അടക്കമുള്ളത് നിങ്ങൾ പഠിച്ചോളൂ സുഹൃത്തുക്കൾ. അതിൻ്റെ പരമ്പര പരിശോധിക്കണം. മുടിക്ക് മാത്രമല്ല, ദിക്റിനും സ്വലാത്തിനും നിസ്കാരത്തിനും ഒക്കെ സനദ് വേണം. പരമ്പരയില്ലാത്ത ഒരു ദിക്റും നമുക്ക് ചൊല്ലാൻ പറ്റൂല. എത്രത്തോളം നബി തങ്ങൾ കിടക്കാൻ സമയത്ത് ചൊല്ലുന്ന ഒരു ദിക്ർ, അതിങ്ങനെ പറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന് ചൊല്ലിക്കൊടുക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, വബിനബീകല്ലദീ അർസൽത. ഈ വാക്കങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. ഇബ്നു ആസിബ് റളിയല്ലാഹു പെട്ടെന്ന് അത് പഠിച്ചു മനസ്സിലാക്കി വേഗത്തിൽ ചൊല്ലാൻ വേണ്ടിയിട്ട്
തിരിച്ചു ചൊല്ലിക്കൊടുത്തപ്പോ അബി റസൂലിക്കല്ലദീ അർസൽത, നബിയിക എന്നതിനു പകരം ഒരു റസൂലിക എന്ന് വന്നപ്പോ നബി തങ്ങൾ എന്താ പറഞ്ഞത്? പറ്റൂല. എന്ത് പറ്റൂല? നബിയിക എന്നതിന് പകരം റസൂലിക എന്ന് നീ പറഞ്ഞത് പറ്റൂല, നബിയിക എന്ന് പറയണം. ഒരു വാക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റൂലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കാൻ എന്താ വകുപ്പ്? നിങ്ങൾ പറയ്, പഠിക്ക്, ചിന്തിക്ക്. വ്യത്യസ്ത തരത്തിലുള്ള പ്രതിസന്ധികൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കും. നാം എന്തു ചെയ്യണം? ആദ്യത്തെ പരിഹാരം ക്ഷമയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ചിന്തയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ദിക്റിൻ്റെ ശരിയായ മഹത്വം അറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ദിക്റ് ചൊല്ലുന്ന ദാക്കിരീനായി ദാക്കിറാത്തായി നമ്മൾ മാറലാണ് പരിഹാരം. അതേപോലെ തന്നെ യഥാർത്ഥ ദിക്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ദിക്റ് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ സ്വീകരിക്കലാണ് നല്ല ഒരു പരിഹാരം. വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എവിടെയെങ്കിലും കെട്ടിത്തൂക്കലോ അടച്ചുവെക്കലോ അല്ല പരിഹാരം. അതെടുത്ത് ഓതണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. വളരെ സ്വരഭംഗിയോടുകൂടെ നിങ്ങൾ ഈ ഖുർആനിനെ പാരായണം ചെയ്യണേ. ഇതെല്ലാവർക്കുമുള്ള ബാധകമായ നിയമമാണ്. ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമായത് നിങ്ങൾ നന്നായി എടുത്ത് പാരായണം ചെയ്യണേ. വിശുദ്ധ ഖുർആനിന് കൊടുക്കേണ്ടുന്ന സ്ഥാനവും മദബുകളും ഏറെ വലുതാണ്. അതൊരിക്കലും തള്ളിക്കളയാൻ പാടില്ലാത്ത ഗ്രന്ഥമാണ്. അത് മനുഷ്യരാരും ഉണ്ടാക്കിയതല്ല. 1400 കൊല്ലം പഴക്കമുള്ള ദൈവികമായ ഗ്രന്ഥമാണ്. അതിൽ നിന്നൊരിക്കലും ഒരു മനുഷ്യനും തെറ്റുകയില്ല. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട് പഠിക്കണം, വായിക്കണം, അർത്ഥമറിയണം, ചിന്തിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? ഒരു കാലഘട്ടത്തിൽ നമ്മളിത് പഠിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന പുരോഹിതന്മാർ ഇന്നത്തെ പോലെ തന്നെ അന്നും രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഖുർആൻ പഠിക്കാൻ പാടില്ല, അത് വിശുദ്ധ ഗ്രന്ഥം പഠിക്കൽ ആവശ്യമുണ്ടെങ്കിൽ ഫാത്തിഹ സൂറത്ത് മാത്രം, അതും തന്നെ അർത്ഥം പഠിക്കാൻ പാടില്ല. വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പരിഭാഷപ്പെടുത്തിയ പണ്ഡിതന്മാർക്ക് നേരെ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നവർക്ക് താക്കീത് എന്ന് പറഞ്ഞ് ഗ്രന്ഥം ഇറക്കിയ പുരോഹിതന്മാർ. അത് മാത്രമല്ല, ഖുർആൻ പരിഭാഷ ഇറക്കിയ വകയിൽ കാഫിറാകും, മുർത്തദ്ദാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. അതൊക്കെ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചെങ്കിലും മുസ്തഫൽ ഫൈസിയെ പോലെയുള്ള ആളുകൾ ഖുർആൻ പരിഭാഷ ഇറക്കി. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഖുർആൻ പരിഭാഷ ഇറക്കി. ഒരുപാട് ആളുകൾ അവരെന്ന് ഈ രംഗത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിഷമല്ല ഉണ്ടാവട്ടെ, ആ ഗ്രന്ഥം നമുക്ക് പഠിക്കാനുള്ളതാണ്. മറിച്ച് ഇത് നിങ്ങൾ സാധാരണക്കാർ പഠിക്കേണ്ടതല്ലെന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. ഖുർആൻ ക്ലാസ്സുകൾ അന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് നടത്തുമ്പോൾ അവർ പറഞ്ഞു, അജയ് ഖുർആനിനെ ക്ലാസ്സിലാക്കുകയാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തി. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇതൊന്നുമല്ല പഠിക്കേണ്ടത്. പകരം അവരുടെ കയ്യിൽ നിന്ന് ഖുർആൻ അങ്ങ് തിരിച്ചു മേടിച്ചു. എല്ലാവരുടെ കൈകളിലേക്കും പക്ഷിപ്പാട്ട്, കിളിപ്പാട്ട്, മാലപ്പാട്ട് അങ്ങ് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മുഹ്യിദ്ദീമാല തെറ്റുകൂടാതെ ഓതിയാൽ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മണിമാളിക തരാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഈ ഗ്രന്ഥം ഖുർആനുണ്ടല്ലോ, തെറ്റുകൂടാതെ ഒരാൾ ഓതിയാൽ സ്വർഗത്തിൽ മാളിക തരാമെന്ന് മുത്തു റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ പോരിശയായി ഇവരുടെയൊക്കെ മാലപ്പാട്ട് കൈകളിൽ കൊടുത്തു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. അതിലുള്ള മഹാനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണും പോലെ മനുഷ്യന്റെ കൽബ് കാണുന്നവനാണ്. അല്ല കാണുന്ന കാര്യം ഷെയ്ഖ് കാണുമെന്നവരെ പഠിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ വിളിക്കേണ്ടത് അല്ലാഹനെയല്ല, ഫല്യദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യദ്ദീൻ. 1000 വട്ടം ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചോളി. പിന്നെ ആരാ ഖുർആനിലേക്ക് വരിക? പിന്നെ ആരാ അള്ളാഹുവിലേക്ക് വരിക? വല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. എവിടെന്ന് വിളിച്ചാലും വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും. ഇതൊന്നും പിന്തിരിപ്പിച്ചിട്ടില്ല, ഇതൊന്നും ആ പുസ്തകത്തിൽ വെട്ടിമാറ്റിയിട്ടില്ല. ഇന്നും ആ മാലക്കിതാബുകൾ ഇതുപോലെ കിടക്കുന്നുണ്ട്. എന്താ പഠിക്കാത്തത്? എന്താ നമ്മൾ പഠിക്കാത്തത്? ഏത് ലോകത്തുനിന്ന്, ഏത് ഭാഷയിൽ, ഏത് രാജ്യത്തുനിന്ന് വിളിച്ചാലും ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേൾക്കുമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താ? ഷെയ്ഖിനെ വിളിക്കണം. അല്ലാഹനെ വിളിക്കുന്നതിന് പകരമായി ഷെയ്ഖിനെ വിളിക്കണം. എങ്ങനെയാ വിളിക്കേണ്ടത്? 12 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് അത്രേ സുഹൃത്തുക്കളെ. കേൾക്കണം നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത പോരിശ 12 റക്അത്ത് നമസ്കരിച്ചിട്ട് ഖുതുബിയ്യത്തിന്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്താ വിളിക്കുന്നത്? വമയുനാദിസ്മി അൽഫം ബിഖൽബതിഹി ഹസ്മൻ ബിഹിമ്മതിഹി അജബ്തുഹു മുസ്രിഅൻ ഫല്യദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യദ്ദീൻ. 1000 തവണ ഒറ്റക്കിരുന്നു കൊണ്ട് വിശ്വാസത്തോടെ യഖീനോടെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. അതുകൊണ്ട് അവൻ എന്ത് വിളിക്കണം? അല്ലാഹ് വിളിക്കണ്ട, യാ അബ്ദൽ ഖാദിർ മുഹയ്യദ്ദീൻ എന്ന് 1000 വട്ടം വിളിക്കണം. പറയ് സുഹൃത്തുക്കളെ, മുജാഹിദീങ്ങൾ എന്ത് പറഞ്ഞതിനാണ് നിങ്ങൾ ഈ ക്രൂശിക്കുന്നത്? മഹല്ല് ബഹിഷ്കരണങ്ങൾ, ഖബർ ബഹിഷ്കരണങ്ങൾ. ഈ അടുത്തൊരു നാട്ടില് മലപ്പുറം ജില്ലയിൽ ഒരു മുജാഹിദായ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് 50,000 രൂപ വരെയാണെങ്കിൽ മറവിയാന്ന്. ഇതെന്താ മത്സ്യക്കച്ചവടം? അവസാനം സമ്മതിച്ച് പറഞ്ഞു പോലീസ് ഇടപെടുന്ന ഒരു 25,000 കിട്ടുകയാണെങ്കിൽ മറവിയ. എന്തിന്റെ പേരിലാ? ഈ ദീന് ജനങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. യാസീനിലെ ഉവൈസുൽ ഖർനൈനിയുടെ ചരിത്രം പറഞ്ഞല്ലോ. ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കും, ഈ നബിമാര് പറയുന്നത് സത്യമാണ്. യാസീനിന്റെ അർത്ഥമെങ്കിലും നമ്മുടെ മഹല്ലിൽ ഒരു ഖുർആൻ ക്ലാസ് എടുത്ത് പഠിപ്പിക്കണേ, ഞങ്ങളുടെ അപേക്ഷയാണ്. നിങ്ങൾ ഈ മങ്കൂസ് മൗലൂദ് ഹദ്ദാദ് റാത്തീബ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് തൽക്കാലത്തിന് ഒരു കൊല്ലത്തിനേക്കെങ്കിലും നിങ്ങൾ ഖുർആനിന്റെ അർത്ഥം ഒന്ന് പഠിപ്പിക്കണേ. ഇതെങ്കിലും ജനങ്ങളെ മഹല്ലിൽ നടക്കട്ടെ. മഹദറത്തുൽ ബദ്രിയ തുടങ്ങിയിട്ട് 9 കൊല്ലമായിട്ടുള്ളൂ. മജ്ലിസുന്നൂർ തുടങ്ങിയിട്ട് 9 കൊല്ലമായിട്ടുള്ളൂ. 1400 കൊല്ലം പഴക്കമുള്ള ഖുർആൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടുണ്ടോ? അല്ല ഇറക്കിയതിനോട് നമ്മുടെ സമീപനം എന്താണ്? ഖുർആനാണ് നമുക്ക് പരിഹാരം. ഹുദം വറഹ്മതൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ഹുദയാണ്, റഹ്മത്താണ്. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. ഹൃദയത്തിന് ഉള്ളിലേക്ക് ശിഫ ലഭിക്കുന്ന ഗ്രന്ഥമാണ്. വമൗഇദത്തുൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഇതൊരു വല്ലാത്ത ഉപദേശമാണ്. അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഒരാളും വരാനില്ല. ഉസ്താദ് വരൂല, പ്രസ്ഥാനക്കാര് വരൂല, നേതാക്കന്മാര് വരൂല, ബാപ്പക്കാരണവന്മാര് വരൂല. അസ്സിയാമു വൽ ഖുർആനു. നോമ്പും ഖുർആനുമായിരിക്കും. ശഫാഅത്ത് നടത്തും അതിന്റെ ആളുകൾക്ക് വേണ്ടി. മൗലൂദ് വരൂല, ഹദ്ദാദ് വരൂല, ആരും വരൂല. അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ശഫാഅത്തിനായി കൊണ്ട് അത് രണ്ടും വരും. ഖുർആൻ നമുക്ക് വേണ്ടി, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടവനാണെങ്കിൽ ആ ശഫാഅത്ത് ലഭിക്കേണ്ട പണിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ അതിൽ നിന്ന് മാറ്റിമറിക്കുന്ന, ജനങ്ങളെ ദീനിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന യാതൊരു നിലക്കുമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പക്കൽ നിന്ന് വരാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെങ്കിലും അള്ളാഹുവിനെ മനസ്സിലാക്കി ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കേണ്ടവരല്ലേ? ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഏറിക്കഴിഞ്ഞാൽ 700 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ, 400 കൊല്ലം പഴക്കമുള്ള ഹദ്ദാദ് മൗലൂദ് കിതാബുകൾ, 115 കൊല്ലം പഴക്കമുള്ള നഫീസത്ത് മാലകൾ, ഓമാനു ശ്രോതാക്കളുടെ മാലകൾ, ഇതൊക്കെ
പുതിയതാണ്. ഈ പുതിയത് ചൊല്ലുന്ന ഇവര് 1400 കൊല്ലം പഴക്കമുള്ള ഖുർആൻ പഠിക്കണ നമ്മളെ പറ്റി പറഞ്ഞത് ഇവര് പുത്തൻവാദികളാണ്. വല്ലാത്ത അത്ഭുതം. 1400 കൊല്ലം മുമ്പുള്ള ഗ്രന്ഥം പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുത്തൻവാദികള്. ഈ 100-300 കൊല്ലം പഴക്കമുള്ളത് ചൊല്ലിക്കൊണ്ടിരുന്ന ഞങ്ങൾ അഹ്ലുസുന്ന. വല്ലാത്ത പോയത്തായി പോയി. ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറയില്ല. ഇനിയെങ്കിലും നമ്മൾ 2022 ടെക്നോളജി വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണുകളും നമ്മുടെ യുഗങ്ങളും മാറിയിട്ടുണ്ട്. ഇനിയും പഠിക്കാൻ ബുദ്ധി ഉദിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അള്ളാന്റെ ദീനിനെ വിചാരിച്ച് ഒന്ന് ശ്രമിക്കണം. നിങ്ങൾ ഒരു പ്രസ്ഥാനത്തിലും മെമ്പർഷിപ്പ് എടുത്ത് ഇതിന്റെ പിന്നാലെ നടക്കാൻ ആരോടും പറയണില്ല. ദീനൊന്ന് പഠിച്ചോ. ഇനി ഒരു മലക്കിവിടെ വന്ന് പറഞ്ഞു തരാനില്ല. ഇനി ഒരു പ്രവാചകൻ ഈ നാട്ടിൽ വന്ന്, ഈ മഞ്ചേരിയിൽ, ഈ ഒരു പ്രദേശത്ത് ഇനി ഇവിടെ വന്ന് ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഉവൈസുൽ ഖർനി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ പ്രവാചകന്മാരെ വിശ്വസിച്ചോളിയും, അവർ പറയുന്നത് ഹക്കാണ്. അദ്ദേഹത്തെ പോലും അവർ കൊന്നുകളഞ്ഞു. ആ സമയത്ത് പോലും ആ മനുഷ്യന്റെ മനസ്സ് ബിമാ ഗഫറലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ, എന്നെ ആദരിച്ച, എന്നെ പാപങ്ങൾ പുറത്തു തന്ന വിവരം എൻ്റെ നാട്ടുകാരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ പറഞ്ഞതാണ്, ഈ സൂറത്തെങ്കിലും ഒന്ന് അർത്ഥം പഠിപ്പിച്ചു കൊടുത്താൽ, ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ ജനങ്ങൾക്ക് ബോധം വരും. പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ നിന്ന് ഉള്ളു തുറന്നൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ ജനങ്ങൾ അറിയാതെ നിന്നെ പേര് വിളിക്കും, വഹാബി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അത് വേടിക്കാൻ കരുത്തുണ്ടായാൽ മതി, നമുക്ക് വരും. നോക്കൂ നിങ്ങൾ, ഈ ഒരു അള്ളാന്റെ ഖുർആനിലേക്ക് ജനങ്ങൾ മടങ്ങേണ്ടതിന് പകരം കള്ളക്കഥകളിലേക്ക്, കെട്ടുകഥകളിലേക്ക് ജനങ്ങൾ ചെന്നു. എത്രത്തോളം ഒരു നിപ വൈറസ്, കോവിഡ് പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ യൂട്യൂബിലൂടെ, ഓൺലൈനിലൂടെ കയറി വന്നു. എല്ലാ വീടുകളും എല്ലാ മഹല്ലിലും മങ്കൂസ് മൗലീദ് പാരായണം ചെയ്യണം, അതാണ് പരിഹാരം. ഉണ്ടായില്ലേ? ഉണ്ട്. പറഞ്ഞില്ലേ? ഇത്ര വലിയ പ്രതിസന്ധി വന്നപ്പോ എന്താ പറയേണ്ടത്? എല്ലാരും അള്ളാനോർത്ത് ദിക്ർ ചൊല്ലണേ, ഖുർആനോദണേ, സുന്നത്ത് നമസ്കാരം അധികരിപ്പിക്കണേ, ശുക്ർ ചെയ്യണേ എന്ന് പറയേണ്ടതിന് പകരം മങ്കൂസ് മൗലിദ് ഓദിക്കോ, നിങ്ങളുടെ പരിഹാരം അതിലുണ്ട്. എന്തായാലും പറയണത് നബി തങ്ങളെ പറ്റിയിട്ടാണ്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബി. റബീഉൽ അവ്വൽ മാസത്തിൽ നിരന്തരമായി കേൾക്കുന്ന ഒരു വാചകമാണ്. അത് ഒരു ഉദാഹരണമാണ്. അതല്ലാത്തതും അതിൽ ഒരുപാടുണ്ട്. നബിയെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ് ഞാൻ. എൻ്റെ പാപങ്ങളുമായി നബിയെ നിങ്ങളുടെ അടുത്തേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങൾ എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്ത് മാപ്പാക്കി തരണം. നിങ്ങളോടാണ് എൻ്റെ ആവലാതി. എൻ്റെ വിഷമങ്ങൾ പരാതിക്ക് മരണപ്പെട്ടു പോയ മദീനയിൽ എന്ത് വിശ്രമം കൊള്ളുന്ന പ്രവാചകരെ നിങ്ങളാണ്, അല്ലല്ല. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുട്ടിനെ കാണാതെയായി. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന പുന്നാരമോനെ കാണാതെയായി. പണ്ട് കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥാപ്രസംഗത്തിന്റെ പേര് പറഞ്ഞ്, സുലൈഹാ ബീവിന്റെ മുടിന്റെ പോലിശ പറഞ്ഞ് ഒരുപാട് പണം പിരിച്ച കഥാപ്രസംഗങ്ങൾ ഈ നാട്ടിലൊക്കെ നടന്നു പോയിട്ടുണ്ട്. എങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. ഖുർആനിലെ സൂറത്ത് യൂസുഫ് പഠിപ്പിക്കുകയാണ്. മകനെ കാണാതെ വിഷമിച്ച് കരഞ്ഞിരുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം പറയാണ്, ഖാൽ ഇന്നമാ അഷ്കൂ ബത്തി വഹുസിനി ഇലല്ലാഹ്. ഇതൊന്ന് പഠിക്കു പ്രിയപ്പെട്ടവരെ. മങ്കൂസ് മൗലിദില് അഷ്കു ഇല റസൂലാണെങ്കിൽ യാക്കൂബ് നബി പറയാണ്, ഇന്നമാ തീർച്ചയായും ഞാൻ അഷ്കു ആവലാതിപ്പെടുന്നു, ബത്തി വഹുസിനി ഇലല്ലാഹ്. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വേവലാതികൾ, എൻ്റെ രോദനങ്ങൾ, നെഞ്ചു പൊട്ടി എനിക്ക് പറയാനുള്ളത് എൻ്റെ റബ്ബിനോടാണ്. ജാറങ്ങൾ ഒരു പരിഹാരമല്ല, ഏലസ് ഒരു പരിഹാരമല്ല, ദർഗ നിനക്കൊരു ശാശ്വതമായ താവളമല്ല. അതുപോലെ ഏതെങ്കിലും ചെറടോ തുപ്പിയതോ അതുപോലെയുള്ള ഏതെങ്കിലും ആളുകളുടെ വാക്കുകളും കേട്ട് എവിടെയെങ്കിലും വീടിന്റെ മുക്കുമൂലയിൽ കുഴിച്ചിട്ടാലൊന്നും നിന്റെ പ്രശ്നം തീരുമെന്ന് നീ വിചാരിക്കേണ്ട അന്ധവിശ്വാസമാണ്. പഠിച്ചോ. ഞാനിതാ ചുരുക്കി പറയട്ടെ. മങ്കൂസ് മൗലിദ് ഓതുന്ന നമ്മൾ ആരോടാ പറയണത്? നബിയെ, എൻ്റെ വിഷമങ്ങൾ തീർത്തു തരണേ. നബി ആരോടാ പറഞ്ഞിരിക്കുന്നത്? അത് നബി ആരോടാ പറഞ്ഞത്? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്ത് അഅറാഫ് എടുത്ത് മറിച്ച് നോക്ക്. ആദം നബി നമ്മുടെ വാപ്പയാണ്. അബുൽ ബശർ ആദം നബി പറഞ്ഞത്, റബ്ബേ, ഞങ്ങൾ തെറ്റു ചെയ്തു, ഞങ്ങൾക്ക് സംഭവിച്ചു പോയി അല്ലാഹ്, ഞങ്ങൾ അറിയാതെ ഇത് പറ്റിപ്പോയി കഴിഞ്ഞു, ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങളാകെ നഷ്ടത്തിലാകുമെന്ന് ഖേദിച്ച് തൗബ ചെയ്തത് ആരിലേക്കാണ്? അല്ലാഹുവിലേക്കാണ്.
യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് അബദ്ധം സംഭവിച്ച അവിടുന്ന് മത്സ്യത്തിന്റെ വായ്ക്കകത്ത്, സമുദ്രത്തിന്റെ വായ്ക്കകത്ത്, അല്ലെ കുരാക്കൂരി ഇരുട്ടിന്റെ ഉള്ളിൽ ആരോടാ ഏതെങ്കിലും ഒരു നബിന്റെ പേര് വിളിച്ചോ, ഏതെങ്കിലും ഒരു മഹാന്റെ പേര് വിളിച്ചോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥന പഠിച്ചോളിയും, എല്ലാവരും പഠിക്കേണ്ടതാ. ദുആഉൽ ഖർബാണ്. ഒരു പ്രയാസം വന്ന് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പഠിക്കൂല നമ്മൾ, പിന്നെ എന്താ ചെയ്യാ? യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു. ഇത് 100 വട്ടം 1000 വട്ടം വിളിക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ലാന്നൊരു 10 പ്രാവശ്യം മനസ്സ് പൊട്ടി ആ സുബഹിന്റെ മുമ്പ് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് സുജൂദിൽ കിടന്ന് കണ്ണുനീര് പൊടിച്ച് ദക്കറല്ലാഹ് ഖാലിയൻ ഫഫഹലത് അഹിനാ, ഒറ്റക്കിരുന്ന് ഏകാന്തതയോടെ കണ്ണുനീർ പൊഴിച്ച് അള്ളാഹനെ ഓർത്ത് കരഞ്ഞ കണ്ണാണോ അള്ളാഹു പരലോകത്ത് തണലിട്ട് കൊടുക്കും. ഇതൊക്കെ പഠിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ ഏത് നിങ്ങൾ എടുത്തു നോക്കിയാലും ഇനി അത് കഴിഞ്ഞ് മഹാന്മാരെ പോരിശയാണ് മദ്ഹാണെന്ന് പറയുന്ന ഷറഫല്ലനാ മൗലുദ്. എന്താ പറയുന്നത്? റബീഉൽ അവ്വലിൽ മദ്ഹ് പാടുന്ന സമയത്ത് അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫിക ഖദ് ഹസൻതു ദന്നി യാ ബശീറു യാ നദീറു. എന്താ പറഞ്ഞത്? ഇത് പാടാൻ അറിയാനിട്ടോ മൈക്ക് സെറ്റ് ഇട്ടാഞ്ഞിട്ടോ നമുക്ക് മദ്രസ ഇല്ലാഞ്ഞിട്ടാണോ? ഇതിന്റെ തെറ്റെവിടെ? അബ്ദുക്കൽ മിസ്കീനു യർജു, നബിയെ അങ്ങയുടെ സാധുവായ അടിമ ഞാനിതാ വന്നിരിക്കുന്നു. അബ്ദുല്ലല്ല, അബ്ദുറഹീമല്ല, അബ്ദുറഹ്മാനല്ല, നബിയെ അങ്ങയുടെ സാധുവായ അടിമ ഞാനിതാ വന്നിരിക്കുന്നു. എന്തിന്? ഫദ്ലകൽ ജമ്മൽ ഗഫീറു, പാപങ്ങൾ അങ്ങേയറ്റം പുറത്തു തരുന്നവരെ നിങ്ങളുടെ അടുത്തേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങളെപ്പറ്റി എനിക്ക് നല്ല വിചാരം മാത്രമേ ഉള്ളൂ. യാ ബശീറു യാ നദീറു, അത് റസൂലുള്ളാഹിന്റെ പേര് തന്നെയാണ്. ഫാഗീസ്നി വാജീനി യാ മുജീറു മിൻ സഈരി യാ ഗിയാതി യാ മലാദി ഫി മുഹിമ്മാതിൽ ഉമൂരി. എൻ്റെ ബുദ്ധിമുട്ടിൽ, എൻ്റെ പ്രയാസങ്ങൾ, നരകത്തിൽ യാ അജിർനി അജിർനി, എന്നെ രക്ഷപ്പെടുത്തണേ. യാ മുജീറു മിനസ് സഈർ, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന പ്രവാചകരെ. എന്താ ഖദീജ ബീവിനോട് പറഞ്ഞത്? ഖദീജ, നീ എൻ്റെ കരളിൻ്റെ കഷ്ണാണ്, നീ എൻ്റെ പൊന്നാര മോളാണ്. പക്ഷേ നാളെ പരലോകത്ത് ഒരാളെ നരകത്തുനിന്ന് പിടിച്ച് സ്വർഗത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയില്ല. അൻഖിദീ നഫ്സകി മിനന്നാർ. ഈ പള്ളി ദർസിലുള്ള ഹദീസിന്റെ കിതാബിൽ ഇതില്ലേ? പരിശോധിച്ചോ. അൻഖിദീ നഫ്സകി മിനന്നാർ. ഫാത്തിമ, നീ നിന്റെ നഫ്സിനെ നരകത്തുനിന്ന് കാക്കണം മോളെ. നീ തന്നെ ഇബാദത്ത് ചെയ്ത് നീ തന്നെ രക്ഷപ്പെടാൻ നോക്കണം. ഇവിടെ എന്താ വിളിച്ചു പറഞ്ഞത്? നബിയെ, ഞങ്ങളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്നവര്. ഇക്കഴിഞ്ഞ റമദാനിൽ മലപ്പുറത്ത് അങ്ങാടിയിൽ വെച്ച് 27-ാം രാവിന്റെ അന്നും വിളിച്ചു പറഞ്ഞ ശബ്ദങ്ങൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവര്? മുമ്പതിൻ്റെ വീഡിയോകൾ നമ്മൾ കേട്ടില്ലേ? തങ്ങളെ കാക്കണം, തങ്ങളെ സ്വർഗം നൽകണം, തങ്ങളെ ഞങ്ങളെ കാണണില്ല, തങ്ങളെ ഒക്കെ അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് വിളിച്ചു കൊടുക്കുക. കഴിഞ്ഞോ? സലാം മൗലൂദിലൂടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി. എന്താ? അസ്സലാമു അലൈക, നബിയെ നിങ്ങൾക്ക് സലാമുണ്ടാകട്ടെ. നിങ്ങൾ ആരാണ്? മാഹിയദ്ദുനൂബ്, പാപങ്ങൾ മായിച്ചു തരുന്ന നബിയാണ്. അസ്സലാമു അലൈക, നബിയെ സലാമുണ്ടാകട്ടെ. യാ ജാലിയൽ ഖുറൂബ്, പ്രയാസങ്ങൾ നീക്കിത്തരുന്നവരാണ്. ശരിയാണോ? മാഹിദ്ദുനൂബാണോ? നബി എന്താ പറഞ്ഞ്? വിശ്വാസികളെ, അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോളൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനത്തിലേക്ക് തേടിക്കോളൂ. എന്തേ? ഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഒരു ദിവസം ഞാൻ 100 തവണ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. ആ നബിനോട് നമ്മൾ പറയാണ്, നബിയെ ഞങ്ങളെ വിഷമങ്ങൾ മാറ്റിത്തരണേ, ഞങ്ങൾക്ക് പുറത്തു തരണേ. നിർത്താൻ പറ്റുമോ? ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷീഈ സ്വാധീനങ്ങൾ കൂടുതലുള്ള ഏരിയയിൽ ഫാത്തിമ മൗലൂദ് ഓതുന്ന ആളുകളുണ്ട്. അതിലെന്താ പറയണത്?
അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലാഹു തആല വതആല വതആല അല്ലാഹു തആല വതആല ബിരിദാ ഫാത്തിമ ബീബി. 313 വകയിലുണ്ട്, തുറന്നു നോക്കിക്കോ. 4444 വകയുണ്ട്. അത് വഹാബിയുടെ പ്രസംഗം അടിച്ചാന്ന് പറഞ്ഞു നടക്കണ്ട, നമ്മുടെ പള്ളിയിൽ അത് കയറ്റി വെച്ചിട്ടുണ്ടോ? തുറന്ന് വായിച്ചോ. എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലാഹു തആല വതആല വതആല, അല്ലാഹു ഉന്നതന, അല്ലാഹു ഉന്നതന, അല്ലാഹു ഉന്നതന. എങ്ങനെ? ബിരിദാ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിന്റെ തൃപ്തി കൊണ്ട്, ഫാത്തിമ ബീവിന്റെ തൃപ്തി കൊണ്ട് അല്ലാഹു ഉന്നതനായിരിക്കുന്നു. ആരെയാ അവിടെ പൊക്കുന്നത്? ആരെയാ അവിടെ താഴ്ത്തുന്നത്? എന്താ ഇതിൻ്റെയൊക്കെ കളി? ഇനി മൗലുദുകൾ കെട്ടുകഥകളുടെ ഭാണ്ഡങ്ങളാണ് സുഹൃത്തുക്കളെ. 40 വട്ടം ജനാബത്ത് കുളിച്ച കഥ മുതൽ പൊതുസമൂഹത്തിൽ പറയാനും പാടാനും പറ്റാത്ത കാര്യങ്ങൾ വിളിച്ചുകൂവി ഇതാണ് ജനങ്ങളെ ഇസ്ലാം, ഇത് ചൊല്ലാത്തവൻ പുത്തൻവാദിയാണെന്ന് പറയുന്ന നാണം കെട്ടവരെ ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ ഈ നാടിൻ്റെ മുമ്പിൽ? ഓരോരുത്തരെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മൗലിദ് എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പോരിഷയും കറാമത്തും അദ്ദേഹം ഒരിക്കലും പറയാത്തത്. അദ്ദേഹം മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഖാദി മുഹമ്മദ് ഉണ്ടാക്കുക, എത്ര വലിയ കാര്യം ഉണ്ടാകും? അത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ. അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ റിഫായി ഷെയ്ഖിനുണ്ടാക്കി. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒരു സ്റ്റെപ്പ് മേലെയാണെങ്കിൽ 4 സ്റ്റെപ്പ് മേലെയാണ് റിഫായി ഷെയ്ഖ് എന്ന് കാണിക്കാൻ ഇല്ലാ കഥകൾ മെനഞ്ഞ് 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 കെട്ടുകഥകൾ ഉണ്ടാക്കി വെച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാനെ തരം താഴ്ത്തുകയാണ്. റിഫായി ഷെയ്ഖ് ഉംറക്ക് പോയ ചരിത്രം ആ കിതാബിൽ പറയുന്നുണ്ട്. പഠിച്ചോളൂ. ഉന്നം തുടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികൾ ഇംബിദി വേണ്ടൊന്ന് ചൊന്നോവർ. മലയാളി ഉണ്ടാക്കിയതല്ല, അതിന് ചൊന്നോവറും കൊന്നോവറൊക്കെ ഉണ്ടാവും. മക്കത്തേക്ക് ഉംറക്ക് പോയിട്ട് കഅബ തവാഫ് ചെയ്യാൻ പോയി. നമ്മളൊക്കെ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഉന്നം തുടി മുട്ടി ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ചൊല്ലുമ്പോൾ മക്കാര് മാന്യന്മാർ ഒരു പറഞ്ഞു ഇത്ര ഇംബീദി വേണ്ടെന്ന് ചൊന്നോവർ. ഇത് ഇവിടെ ശരിയാവൂലട്ടോ, ഇതൊരു കഅബല്ലേ, ചെറിയൊരു ബഹുമാനമൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. ദേഷ്യം പിടിച്ചു. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും പറഞ്ഞവൻ ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചു. ആ ഉന്നം തുടി മുട്ടി എന്ന് പറഞ്ഞാൽ ആ മുട്ടിയ സാധനങ്ങളൊക്കെ കൂടി കഅബന്മാർ കെട്ടിത്തൂക്കിയിട്ട് പറഞ്ഞു ഇത്ര ഞാൻ ഈ റിഫായി ഇനി ഒരിക്കലും തവാഫണ് ചെയ്യൂല മക്കളെ, വേണമെങ്കിൽ കഅബ എന്നെ തവാഫ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ പറയണം. പട്ടാമ്പിന്ന് ഇവിടെ വന്നിട്ട് നുണ പറഞ്ഞു പോകേണ്ട ഒരു ഗതികേട് ഇന്നത്തെ കാലത്ത് സലഫികൾക്കില്ല. ആ കിതാബിൽ അടുത്ത വരി എന്താണെന്നറിയോ? ആ പേടിച്ചു കൊണ്ട് നിൽക്കുന്ന രംഗത്ത് കഅബയദാ റിഫായി ഷെയ്ഖിനെ തവാഫ് ചെയ്യാൻ തുടങ്ങി. കേൾക്ക്, ഈ ചരിത്രം എവിടെ ഉണ്ടാകൂല. കഅബ റിഫായി ഷെയ്ഖിനെ എടുത്ത് തവാഫ് ഇളകി മറിയാൻ, ഇളകി തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. കഅബങ്ങടെ ഇളകി മറിയാൻ സമയത്ത് ആകാശത്തുനിന്ന് അല്ല വിളിച്ചുത്രേ, ഒളിവർ റിഫായി, പൊന്നാര റിഫായി, ഈ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞമ്മക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ അല്ല റിഫായിനെ വിളിച്ചു പറഞ്ഞു. നമ്മൾ എന്തിനാ പള്ളിയിലിരുന്ന് 15 പ്രാവശ്യം 100 പ്രാവശ്യം ചൊല്ലി ഇത് വിശ്വസിച്ച് നടക്കുന്ന മനുഷ്യൻ എന്ത് അഫ്ളലു ദിക്റാണ് സുഹൃത്ത്? എന്ത് പെരുന്നാക്ക് അല്ലാഹു അക്ബർ തക്ബീർ അല്ല, അള്ളാനെ അപമാനിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും വിളിക്കും. അള്ളാഹ്ക്കുള്ള അതേ കഴിവുകൾ. ഇനി കെട്ടുകഥ തെണെങ്കിൽ CM മടവൂരുമൊക്കെ എത്തണം. ആരാ CM മടവൂർ? CM മടവൂരിന് പേരിട്ടത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന നുണ. ഓ, എത്രക്ക നീ പ്രസംഗത്തിൽ ഇങ്ങനെ കയറ്റി വീണാലും ചോദിക്കും. പേരിട്ടത് പ്രവാചകരാണ് പോലും. ആകാശത്ത് 2 ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, CM ഉറങ്ങിപ്പോയി. കേൾക്കണം. ഖുർആനിൽ ആയത്തുണ്ട്. ആകാശഭൂമി ലോകങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാരിൽ മഹാന് CM ആണ്. ആരാ? വലിയ വലിയ നേതാക്കന്മാരാണ് ഈ പറയുന്നത്. ആരാണ് ഈ മനുഷ്യൻ? CM സ്മരണികയിൽ പറയുന്നു. കേട്ടോളിയും, CM സ്മരണിക പുസ്തകത്തിൽ, സമസ്തക്കാരിറക്കിയ പുസ്തകത്തിൽ പറയുന്നു, CM മടവൂർ എന്ന ശൈഖുന ദുരുദുരാ സിഗരറ്റ് വലിക്കുമായിരുന്നു. ഒരു ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു സാധാ പൗരന് അത് പറ്റാത്തതാണെങ്കിൽ ദീന് ലംഘിച്ചിട്ട് ഒരു മനുഷ്യൻ ഔലിയ ആകുമോ സുഹൃത്ത്?
നമസ്കരിക്കാറില്ലായിരുന്നു, നോമ്പ് നോൽക്കാറില്ലായിരുന്നു. നമസ്കരിക്കാത്ത ആളുകളെ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാത്ത മനുഷ്യന്മാരെ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്ന സമയങ്ങളിൽ പോലും നോമ്പ് നോൽക്കാതിരിക്കാൻ പറയുമായിരുന്നു എത്രേ. സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു എത്രേ. വസ്ത്രമൊന്നും നേരാവണ്ണം ധരിക്കാറില്ലായിരുന്നു എത്രേ. നഖം മുടിയെല്ലാം നീട്ടി വളർത്തി കുളിക്കാറ് പോലും ഇല്ലായിരുന്നത്രേ. ഇതൊക്കെ ആ പുസ്തകത്തിലെ ഔലിയാണ് എന്നുള്ള പോരിശക്കാണത്രേ പറയണത്. ഇപ്പൊ പറഞ്ഞ് എവിടെ എത്തിയെന്നറിയോ? അള്ളയാണ് എന്നാണ് പറയണില്ല എന്നുള്ളൂ. ബാക്കിയെല്ലാം ഹൈറും ഷെറും CM ആണ്. CMന്റെ മോത്തക്കൊന്ന് പോയി നോക്കി നിങ്ങൾ കണ്ടാ മതി, പിന്നെ നരകം കിട്ടൂല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കണ്ട അബൂ ത്വാലിബിനെ പറ്റി എന്താ പറഞ്ഞ്? നരകത്തിൽ. നമ്മൾ നോക്കി CM മടവൂരിനെ കണ്ടുമുട്ടിയോന്, നോക്കിയോന്, കണ്ടോ നരകത്തിലില്ലാന്ന് ഈ പച്ചമലയാളത്തിൽ പ്രസംഗിച്ചിട്ട്, എടോ ചങ്ങാതിമാരെ, ആർക്കെങ്കിലും ഇത് സഹിച്ചോണ്ട് നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ? ആരെ പിൻപറ്റിയാ നമ്മളൊക്കെ ജീവിക്കുന്നത്? ഒരു വാക്ക് തിരിച്ച് നമ്മുടെ പള്ളിയിലെ ഖത്തീബിനോട്, ഉസ്താദേ ഇത് ശരിയാണോ, ഇത് ദീനിൽ എവിടെയാണ് ചോദിക്കാൻ ഒന്നേ വേണ്ടടോ. ചങ്കൂറ്റം, ആണത്തം, ഇത് മാത്രമേ വേണ്ടുള്ളൂ. എന്നിട്ട് പോലും ഉളുപ്പില്ലാതെ ഈ മുജാഹിദുകളുടെ നെഞ്ചത്ത് കയറി തീവ്രവാദ ആരോപണങ്ങൾ ഉന്നയിച്ച് വേണ്ട കഥകൾ മെനഞ്ഞുണ്ടാക്കി ബഹിഷ്കരണങ്ങൾ ഏർപ്പെടുത്തി പുത്തൻവാദം ആരോപിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു ന്യായം പറയാനുണ്ട്? പറ്റ പിടുത്തം വിട്ട നിങ്ങൾ എന്ത് പുത്തൻവാദം പറഞ്ഞ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് പണ്ടത്തെ കാലമല്ല, ഓൺലൈനിന്റെ യുഗമാണ്. നിങ്ങളെത്ര കാണരുത് കേൾക്കരുതെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചാലും അവരുടെ വീട്ടിലെ കൈകളുടെ ടച്ചിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിക്കുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട്. തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോ. ഇന്നത്തെ യുവാക്കൾ ആയത്തുകൾ പരിശോധിക്കുന്നവരാണ്. ഇന്നത്തെ യുവാക്കൾ പ്രഭാഷകരെ ഫോൺ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നവരാണ്. ഇന്നത്തെ യുവാക്കൾ മാതൃകയാക്കാവുന്ന ഒരുപാട് നന്മകൾ, ആരൊക്കെ എതിർത്താലും ആരൊക്കെ ബഹിഷ്കരിച്ചാലും ഇതാണ് ദീനി എന്ന് ബോധ്യപ്പെട്ടാൽ സകല ഹറാമുകളെയും വെന്തെടുത്തു മാറ്റി ദീനിലേക്ക് വരുന്നവരാണ്. ഒരുപാട് പ്രഭാഷണ സദസ്സുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സുഹൃത്ത് പറയാ, ഞാൻ പണ്ടൊരു ജാറതുമായി കണ്ണൂർ ജില്ലയിൽ പോകാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ പറഞ്ഞു, ഗൾഫിലേക്ക് പോകാൻ സമയത്ത്, ഗൾഫിലേക്ക് പോവാണോ, കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കണോ, ഈ ദർഗയിൽ പോകണം. എന്നിട്ട് ദർഗ കാണിച്ചു കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് ദർഗ ഒരതിയിട്ടാ പോയത്, സ്കാൻ ചെയ്തിട്ട്. എന്തേ ഇതൊക്കെ ശരിയാകണോ? ഇതൊക്കെ വേണം. എൻ്റെ പൊന്നു സുഹൃത്തേ, ഇത്തരത്തിലുള്ള ഒരുപാട് കള്ളക്കഥകളും കെട്ടുകഥകളും കേട്ട് നടക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളികളിലേക്കല്ലാതെ മറ്റൊരു പള്ളികളിലേക്കും നിങ്ങൾ തീർത്ഥാടന യാത്ര പോകാൻ പാടില്ല. ഒരു സിയാറത്ത് ടൂറായാലും എന്ത് പേരിട്ട് വിളിച്ചാലും 3 പള്ളികൾക്കാണ് പ്രത്യേക പോരിശ പറഞ്ഞിരിക്കുന്നത്. മസ്ജിദുൽ അഖ്സയുണ്ട്, മസ്ജിദുൽ നബവിയുണ്ട്, മസ്ജിദുൽ ഹറാമുണ്ട്. അജ്മീറില്ല, നാഗൂറില്ല, മുത്തുപ്പേട്ടയില്ല, മലപ്പുറം ജില്ലയിലെ മമ്പുറമില്ല, പുത്തമ്പള്ളിയില്ല. ഇങ്ങനെ ഒരുപാട് പള്ളികൾ നമ്മുടെ നാട്ടിൽ പോരിശയാണെങ്കിൽ ദീനിൽ അതിനൊരു പ്രത്യേകമായ കാരണം പറയാനുണ്ടോ? അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോട്ടുമര കാന്തി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഇത് വലിയ കാര്യമായിട്ട് പാടി നടക്കാൻ. ഈ നഫീസത്ത് ബീവി ആവട്ടെ, അതുപോലെ തന്നെ പൊന്നാനിയുള്ള മുനമ്പത്ത് ബീവിന്റെ ചരിത്രമൊക്കെ പറയുന്നിടത്ത് കാണാണ്, ഊരും പേരും അറിയാത്ത 2 ഡെഡ് ബോഡികൾ കരക്കടിഞ്ഞു വന്നു. ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഡെഡ് ബോഡി കരക്കടിഞ്ഞു വന്നു. മുസ്ലിമാണോ അമുസ്ലിമാണോ ഒന്നും അറിയില്ല. പക്ഷെ ഡെഡ് ബോഡി വന്നു എന്നറിഞ്ഞപ്പോൾ എടുത്ത് വേഗം കൊണ്ടുപോയി കബറടക്കി ജാറമാക്കി. എന്തേ കാരണം പറഞ്ഞ്? ഒരു പേരൊന്നും അറിയില്ല, പക്ഷെ ശുഹറത്തൊട്ടും കുറവില്ല, ഭയങ്കര ഫേമസ് ആണ്. എന്തേ ഫേമസ് ആക്കാൻ കാരണം? വെളിയങ്കോട്ട് മർക്കാതി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ആ നല്ല നാട്ടിലാണത്ര ആ ബോഡി വന്നത്. എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ കേരളത്തിലെ നിരവധി അനുമതി. ഒരു പള്ളിയുടെ ഭാഗത്ത് ചെന്നപ്പോൾ ആ പള്ളിൻ്റെ നമസ്കരിക്കുന്ന മിഹ്റാബിനോട് ചാരിയിട്ട് കബറാണ്. മിഹ്റാബിൻ്റെ ഉള്ളിൽ, പള്ളിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം മനുഷ്യൻ ഖബറിങ്കലേക്ക് അള്ളാഹുവിൽ നിന്ന് മാറി ഖബറിങ്കലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണം എന്താ? ലോകത്ത് ഇതിന്റെ ചരിത്രം പറയാ. നമ്മളൊക്കെ കേരളത്തിന്റെ ചരിത്രമല്ലേ? ഷാം, ഡമസ്കസിൽ മാത്രമായിട്ട് 194 ശവകുടീരങ്ങൾ ഉണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. 44 ശവകുടീരങ്ങൾ പ്രസിദ്ധരായ ആളുകളുടെ പേരിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 27ഓളം സ്വഹാബിമാരുടെ പേരിൽ വ്യാജ ഖബർ, മദീനത്ത് മറവ് ചെയ്ത സ്വഹാബിന്റെ ഖബർ ഡമസ്കസിലുണ്ട്. എങ്ങനെ ഉണ്ടായത്? അത് അവിടെ ഉണ്ടായെങ്കിലേ അവിടെ മാർക്കറ്റുള്ളൂ.
അങ്ങനെ പലരുടെയും പല സംഗതികളും സിറിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. തുർക്കിയിൽ 481 ജമാഅത്ത് പള്ളികളുണ്ട്. ഏകദേശം എല്ലാ പള്ളികളും ജാറം അറ്റാച്ച്ഡ് ആയിട്ടാണ് പോകുന്നത്. ഇന്ത്യയിലേക്ക് വന്നാൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന 1500-ൽ പരം ശവകുടീരങ്ങളുടെ കേന്ദ്രമാണ് ഞാനും നിങ്ങളും അഭിമാനം കൊള്ളുന്ന ഇന്ത്യ രാജ്യം, അല്ലേ? ഇറാഖിലേക്ക് പോയി നോക്കൂ. ബാഗ്ദാദിൽ 150ഓളം, ബാഗ്ദാദിൽ മാത്രമായിട്ട് ഇന്ത്യയിലെ ഓരോ ബഹാഉദ്ദീൻ സക്കരിയ അൽ മുൾട്ടാനിയുടെ പേരിലുള്ള പ്രസിദ്ധമായ ശവകുടീരം, സുജൂദ് നടക്കുന്ന, നേർച്ച നടക്കുന്ന, ആരാധനകൾ നടക്കുന്നു. ലാഹോറിലാട്ടെ ഷെയ്ഖ് അലി അൽ ഹജൂരിയുടെ ജാറമുണ്ട് പാകിസ്ഥാനിൽ. അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിന്റെ മലപ്പുറത്ത് തിരൂരത സുഹൃത്തുക്കളെ, യാഹൂ തങ്ങളുടെ ജാറമില്ലേ? 2 എണ്ണാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നബിക്ക് 2 ജാറുണ്ടോ? 2 ഖബറുണ്ടോ? ഏതെങ്കിലും ഒരു സഹാബിക്ക് 2 ഖബറുണ്ടോ? എന്നാൽ ഈ യാഹൂ തങ്ങൾക്ക് 2 ജാറും, അഥവാ 2 ഖബർ, 2 പൈസ, 2 നേർച്ച. എന്തിനാ 2 എണ്ണം? മഹല്ലിൽ ഭയങ്കര പ്രശ്നമായി, ഇയാളെ ഞമ്മക്ക് വേണമെന്നായി. അവസാനം അവിടുന്ന് ശൈഖന്നെ ഇടപെട്ടിട്ട് യാഹൂ തങ്ങൾ പറഞ്ഞു പോലും, നിങ്ങളാരും പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, 2 ഖബർ ഒഴിച്ചോളിയും, ഒഴിവുണ്ടാകുമ്പോൾ സൗകര്യം ഉണ്ടാകുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ മാറിക്കിടന്നോളാം. ഇതൊക്കെ ഇത് വെച്ച് പൈസ ഉണ്ടാക്കി, മഹലുണ്ടാക്കി, ഇത് വെച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത്, ഇതുകൊണ്ട് ശമ്പളം കൊടുത്ത് ജീവിക്കാൻ, ഇതിനാണോ സുഹൃത്തുക്കളെ നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പ്രഖ്യാപിച്ചത്? ഞാൻ അവസാനിപ്പിക്കാൻ സഹോദരങ്ങളെ, ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ ഏതെങ്കിലും ഖബറുകളിലേക്ക്, ജാറങ്ങളിലേക്ക് ചെന്നെത്തിയാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നീയും സമാധാനത്തിന്റെ കേന്ദ്രത്തിലേക്ക് എത്താൻ നിനക്ക് സാധ്യമല്ല. അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ, വിഷമങ്ങൾ വന്നാലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ, അവനിലേക്ക് പ്രാർത്ഥിച്ചു മടങ്ങാൻ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഈ നാട്ടിലുള്ള എത്ര പള്ളി ഉണ്ടെങ്കിൽ അത്രയും പള്ളിയുടെ ഉള്ളിൽ എഴുതി ഒട്ടിക്കേണ്ട ആയത്താണ് വഅന്നൽ മസാജിദ ലില്ലാഹ്. പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇല്ലേ? ഇങ്ങനെ ഖുർആനിൽ ഒരായത്തില്ലേ? സൂറത്തുൽ ജിന്നിൽ ഇങ്ങനെ ഒരായത്തില്ലേ? ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചോളിയും, മഹാന്മാരായ കുഴപ്പമില്ല, CM മടവൂരായ കുഴപ്പമില്ല. ഇതൊക്കെ ആര് പറഞ്ഞതാ? അള്ളാന്റെ ഖുർആനും സഹാബത്തും അത് പഠിപ്പിച്ചല്ലോ. ഒരിക്കലുമില്ല. അള്ളാഹുവിനോടല്ലാതെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പറ്റില്ല. ഇൻ തദ്ഊഹും, ഇനി നിങ്ങൾ അവരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കൂലല്ലോ പ്രിയപ്പെട്ടവരെ. എന്തിനാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്? വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ 6-ാമത്തെ ആയത്ത് വീട്ടിൽ പോയി പരിശോധിച്ചോ. നിനക്കിഷ്ടമുള്ള പരിഭാഷ എടുത്തൊന്ന് വായിച്ചോ. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ വേറെ ഒരാളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവനാരുണ്ട്? അവൻ പിഴച്ചു. ആരെ പിഴച്ചത്? അള്ളാന്ന് മാത്രം പ്രാർത്ഥിച്ചോൻ പിഴച്ചു. എന്താ സുഹൃത്തെ പറയണത്? ഈസാ നബി അലൈഹിസ്സലാമിനോട് വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ മറിയം ബീവിനോട് പ്രാർത്ഥിച്ചവരെ പറ്റിയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? വാലീൻ, അവർ വഴി പിഴച്ചവരാണ്. ഉസൈർ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നവരെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? മഗ്ദൂബി അലൈഹിം, അവരുടെ മേൽ അള്ളാന്റെ കോപമുണ്ട്. ഖുർആൻ വരെ പേരെടുത്ത് പറഞ്ഞ അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിച്ചവർ പിഴച്ചുവരെങ്കിൽ ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, ഇമാമിങ്ങൾക്കും പരിചയമില്ലാത്ത ഈ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിച്ച മനുഷ്യന്മാരെ നേരിട്ട് വിളിച്ചോളി, നിങ്ങൾക്ക് എല്ലാ പരിഹാരം ഉണ്ടാവുമെന്ന് പറയാൻ എന്തൊക്കെയാ പാടിക്കൊണ്ടിരിക്കുന്നത്? ഉങ്ങളെ തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ. നിങ്ങളല്ലാത്തൊരു തുണയില്ല ഞങ്ങൾക്ക്. നബി എന്താ പറഞ്ഞേ? ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്. അല്ലാഹ്, നീയല്ലാതെ അഭയമില്ല, നീയല്ലാത്ത ഒരു തണലില്ല, നീയല്ലാത്ത ഒരു രക്ഷാകേന്ദ്രമില്ല. ഇത് പറയേണ്ട നമ്മളിന്ന് എവിടെയുള്ളത്? ഏറ്റവും വലിയ വഴിപിഴച്ചവൻ ആരുണ്ട്? അല്ലാഹു വല്ലാത്തവനോട്, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത മനുഷ്യരോട് വിളിച്ചു പ്രാർത്ഥിച്ചവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്ന് മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെടുത്ത് നമ്മളെ പഠിപ്പിച്ചു. നാട്ടിൽ ധാരാളക്കണക്കിന് അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വലാത്തുകൾ നമ്മളൊക്കെ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലരുത് എന്ന് ആരെങ്കിലും പറഞ്ഞു? ഒരിക്കലുമില്ല. മൻ സല്ലാ അലൈയ സ്വലാത്തൻ, ആരെങ്കിലും പ്രവാചകന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു ബിഹാ അലൈഹാ അശ്റ,
അവന് 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 10 പാപങ്ങൾ പൊറുക്കപ്പെടും, ദറജകൾ ഉയർത്തപ്പെടും. പ്രവാചകരുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവന് പിശുക്കനാണ്. ഇങ്ങനെ നിരവധി ഹദീസുകൾ നമ്മൾ പഠിച്ചതാണ്, നമ്മളത് പാഠമാക്കിയവരാണ്. പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞു, ദീൻ പഠിപ്പിക്കാത്ത, നബി പഠിപ്പിക്കാത്ത ഇബ്രാഹിമി സ്വലാത്തല്ലാത്ത സ്വലാത്തുകൾ ഏതുമാകട്ടെ, അത് താജ് സ്വലാത്തായാലും സ്വപ്നം കാണാനുള്ളതാണെങ്കിലും പുതിയ പുതിയ ഏതൊക്കെ യൂട്യൂബിൽ കടന്നു വന്ന് ഓരോരുത്തർ ഉണ്ടാക്കി വെച്ചതാണെങ്കിലും അല്ലേ, ജമലുല്ലൈലി വന്നു. ഞാൻ പേര് പറയണതൊന്നുമില്ല, നമ്മളൊന്നും വായിച്ചു നോക്കാൻ വേണ്ടിയില്ല. ജമലുല്ലൈലി തങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ തങ്ങന്മാർ കുറേ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാരങ്ങ് തോന്നുന്നു ജമലുല്ലൈലി ശരിയല്ല, മൂപ്പര് തങ്ങളല്ല, മൂപ്പര് അങ്ങനല്ല. ഇല്ല, ജമലുല്ലൈലി അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞു, ഈ ചാനലിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ ഒരു സ്വർഗത്തുനിന്നാ പുറത്തു പോണ്. ഇതൊക്കെ കേൾക്കാൻ വിശ്വസിക്കാൻ നാട്ടിലാളുണ്ട്, ലൈക്കടിക്കാൻ നാട്ടിലെ ആൾക്കാരുണ്ട്. എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. മേശപ്പുറത്ത് വെള്ളം വെച്ചിട്ട് എല്ലാവരും ഇതാ വെള്ളം വെച്ചോളിയും, യൂട്യൂബ് ചാനൽ ഓണാക്കിക്കോളിയും, നമ്മളെ സ്വലാത്താണ് ചൊല്ലിക്കോളിയും. എല്ലാവരുടെ വീട്ടിലും ബർക്കത്ത് വേണ്ടിട്ട് വെള്ളം കുപ്പിയും വെച്ച് എത്ര വീട്ടിലെ 30,000 40,000 വ്യൂസ് അല്ലേ, ആള് കൂടുതലുണ്ടാകും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാ, നീ ജീവിക്കുന്ന നാട്ടിൽ ഒരു മഹാഭൂരിഭാഗം ആളുകൾ നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നു എന്ന് കണ്ടാൽ നീ ഒരിക്കലും ഭൂരിഭാഗം ചെയ്യുന്നു എന്ന് കരുതി നീ അതിൽ വഞ്ചിതനാവരുത്. നബി പഠിപ്പിച്ച ഒരു സുന്നത്ത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണെങ്കിൽ ഫലാ തഗ്തറ, നീ ഒരിക്കലും വഞ്ചിതനാവരുത്. ബിഖില്ലത്തി സാലികീൻ, കുറച്ച് ആൾക്കാരല്ലേ അവരുള്ളൂ, അവർ വളരെ കുറച്ചല്ലോ എന്ന് വിചാരിച്ച് നീ ആ സുന്നത്തിനെ നഷ്ടപ്പെടുത്തണ്ട. അത്രയുള്ള ആളെ നോക്കിയല്ലേ ഭൂരിപക്ഷം ഉണ്ടോ, എൻ്റെ വാപ്പ എങ്ങനെയാണ്, എൻ്റെ ഉമ്മ എങ്ങനെയാണ്, ഞങ്ങൾ വാപ്പകാരണവന്മാരായിട്ട് എങ്ങനെയാണ്, അത് നോക്കാനാ പറഞ്ഞ് അല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് സംശയം തോന്നിയാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ ആകാശലോകത്തുനിന്ന് വഹിയുമായി വരുമായിരുന്നു. പക്ഷെ അവസാന നാളുകൾ എത്തിയ സമയത്ത് നബി തങ്ങൾ മരിക്കുന്നതിന് മുന്നേ അവസാനത്തെ ഹജ്ജിന്റെ സമയത്ത് പറഞ്ഞു, ഞാനെങ്ങാനും അടുത്ത വർഷം നേരിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ കബറിങ്കലേക്ക് ഓടി വരണമെന്നല്ല, നിങ്ങൾ ഏതെങ്കിലും നബിമാർ ഏതെങ്കിലും സഹാബിമാരുടെ കബറിങ്കലേക്ക് ഓടണമെന്നല്ല, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചാ പോകുന്നത്. അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ ഒരിക്കലും പിഴക്കൂല. കിതാബല്ലാഹി വസുന്നത റസൂലിഹി, അള്ളാന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തുമാണത്. അത് രണ്ടും മുറുകെ പിടിച്ചാ പിഴക്കൂല. അതിൽ എത്ര ആളുള്ളുവെങ്കിലും, ഞാൻ ഒറ്റക്കൊള്ളുവെങ്കിലും അത് മുറുകെ പിടിച്ചാൽ അവൻ രക്ഷപ്പെടുമെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഉണ്ടാക്കി പുതുതായി കൊണ്ടുവരുന്ന ഓരോരുത്തരുണ്ടാക്കുന്നത് നമ്മൾ ഏറ്റുപിടിക്കേണ്ട ദീനിലുള്ള സ്വലാത്ത്, ദീനിലുള്ള ദിക്ർ, അങ്ങനെ ഓരോന്നും നമ്മൾ അങ്ങനെ ചൊല്ലിപ്പോരേണ്ടവരാണ്. അതേസമയത്ത് ഇസ്ലാമിലില്ലാത്ത യാതൊന്നും മാതൃകയാക്കേണ്ട ആവശ്യമില്ല. സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറെ പോരിശയുള്ള 7 ആയത്താണ് അൽ ഫാത്തിഹ സൂറത്ത്. നബി തങ്ങൾ ശിഫ എടുക്കാറുള്ള സൂറത്താണ്. നമസ്കാരത്തിൽ 17 തവണ നിർബന്ധമായി നമ്മൾ ഓതുന്നതാണ്. എന്നാൽ ഒരാള് ഗൾഫിലേക്ക് യാത്ര പോകുന്നു, ഉടൻ തന്നെ മഹല്ലിൽ നിന്ന് ഉസ്താദ് വരുന്നു, അൽ ഫാത്തിഹ. ഇത് എവിടുന്നാണ്? ഇത് ഹദീസിലുണ്ടോ? ഒരു മരണപ്പെട്ട മയ്യത്തിനെ എത്രയും വേഗത്തിൽ മറവ് ചെയ്യണമെന്ന ഹദീസ്. അവിടെ പിന്നെ യാസീനോത്ത് കഴിയട്ടെ, മറ്റാൾ വരട്ടെ, ഇയാൾ വരട്ടെ, എല്ലാവരും വരട്ടെ, ഇതിന് കാത്തു നിൽക്കണോ? എത്രയും വേഗത്തിൽ കഴിയുന്ന വേഗത്തിൽ മറവ് ചെയ്യണം. എന്നാൽ അതേ സമയത്ത് അതാ ഉസ്താദ് വരുന്നു, അൽ ഫാത്തിഹ. ഫാത്തിഹനെ കുറ്റം പറയുണ്ടോ? ഇല്ലട്ടോ, ഫാത്തിഹ നല്ല സൂറത്താണ്. അതിൻ്റെ എല്ലാ സബഉൽ മസാനിയുടെ എല്ലാ പോരിശകളും അംഗീകരിച്ചു. എന്നാൽ ദീനിലില്ലാത്ത ഒരു സമയത്ത് ഇതിപ്പോ ചൊല്ലണമെന്ന് പറയാൻ എന്തു ന്യായമാണ് അതിനുള്ളത്? ഇനി നോക്കൂ, നിങ്ങൾ ഉണ്ടോ ഏതെങ്കിലും ഒരു സഹാബി ഒരു യുദ്ധത്തിന് പോയിട്ടുണ്ട്, കച്ചവടത്തിന് പോയിട്ടുണ്ട്, ദീർഘയാത്രകൾ പോയിട്ടുണ്ട്, എത്രയോ സഹാബത്ത് നബി തങ്ങൾ ജീവിച്ച കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നബി വന്നിട്ട് എല്ലാവരെയും കൊണ്ട് അൽ ഫാത്തിഹ പറയിപ്പിച്ചിരുന്നോ? ഫാത്തിഹക്കൊരു കുറവ് ഞങ്ങൾ പറയണില്ല. പക്ഷെ അതിനൊരു പുരോഹിതന്റെ പേരും പറഞ്ഞ് നടക്കുന്നുവെങ്കിൽ അതിൽ അബദ്ധങ്ങളുണ്ട്. ഇനിയോ ജീവിച്ചാലും മരിച്ചാലും പൗരോഹിത്യം നിങ്ങളെ ദീനിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കൂല. നമ്മളൊന്ന് മരിച്ചു എന്നറിഞ്ഞാൽ മയ്യത്തിനെ എങ്ങനെ കൺപോളകൾ എങ്ങനെ അടച്ചു വെച്ചല്ലേ? ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണല്ലോ മരണം. നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ദീനിയായ രൂപത്തിൽ, ഇസ്ലാമിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്യണം. കണ്ണുകൾ അടച്ചു വെക്കാൻ പറഞ്ഞു, നേരെ കിടത്താൻ പറഞ്ഞു, വെള്ള വസ്ത്രം കൊണ്ട് മൂടാൻ പറഞ്ഞു, കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും മറവ് ചെയ്യാനും നമസ്കരിക്കാനും ഒക്കെ പറഞ്ഞു. എന്നാൽ നമ്മളൊക്കെ മയ്യത്ത് ഇങ്ങനെ കാണാൻ പോയിട്ട് എല്ലാവരും മുഖത്ത് നോക്കിയിട്ട് വിഷമത്തോടെ അങ്ങനെ തിരിഞ്ഞു പോരും. കാണാൻ പോകേണ്ടത് രോഗിയാകുമ്പോഴാണ്. രോഗിയാകുമ്പോൾ സിയാറത്ത് ചെയ്യണം,
പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കണം എന്ന ഹദീസുണ്ട്. ഇനി മരിച്ചാൽ നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ കാണുകയാണെങ്കിൽ തന്നെ സന്ദർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ പോരും. എന്നിട്ട് ഇരുന്നിട്ട് എല്ലാവരും യാസീൻ വൽ ഖുർആനിലൊക്കെ ഇങ്ങനെ പോകണ്ടി. എന്താ ഓതുന്നത് ഓൻക്കറിയില്ല, കേൾക്കണോ ഓൻക്കറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? നബിതങ്ങളെ പറ്റി പറയാൻ, നബിതങ്ങൾ ഒരു മയ്യിത്തങ്ങ് കണ്ടാൽ യാസീൻ വൽ ഖുർആനി അല്ല, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ, ഈ പ്രാർത്ഥന എന്നാരും പഠിപ്പിച്ചെന്നോ? ആരും പറഞ്ഞില്ല. എല്ലാതും ഉസ്താദിനെ ഏൽപ്പിച്ചിരിക്കണം. ഉസ്താദ് ചെയ്താൽ മാത്രം മതി. നമ്മൾ വെറും ആമീൻ പറച്ചിലുള്ളൂ. സഹാബത്ത് എന്താ ചെയ്തത്? ഒരു മയ്യത്ത് കണ്ടാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ, വ്യക്തിന്റെ പേര് വിളിച്ച് മുഹമ്മദ് ആണെങ്കിൽ, അബൂബക്കർ ആണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബൂബക്കർ, പേരറിയുന്ന ഒരാളാണോ അത് വെച്ചിട്ട്, എന്നിട്ടോ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അല്ലേ? ആ പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലും. ഈ സുന്നത്ത് ആർക്കും പഠിപ്പിച്ചു കൊടുക്കൂല. എല്ലാവരുടെ കൈക്കും യാസീൻ എടുത്ത് കൊടുക്കും. കൊണ്ടുപോകുന്ന സമയത്ത് മൗനമായി അള്ളാഹിനെ കുറിച്ചോർത്ത് ദൈവിക സ്മരണകളോടെ ശാന്തമായി നടന്നു നീങ്ങാൻ ഇമാം നബവി തങ്ങൾ പോലും വിശദീകരിച്ചില്ലേ? ദിക്ർ കൊണ്ടോ മറ്റു ശബ്ദകോലാഹലങ്ങൾ കൊണ്ടോ നിങ്ങൾ ശബ്ദമുയർത്താതെ നിശബ്ദമായി നിങ്ങൾ മയ്യത്തിനെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ശരി, അതും കടന്നുപോയി. മയ്യത്തിന് മറവ് ചെയ്യുന്ന സമയത്ത് പോലും തസ്ബീത്ത് ചൊല്ലാൻ അനുവദിക്കാതെ നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? ഒരു ഒട്ടകത്തിനെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ വസലൂലഹു തസ്ബീത്ത്, നിങ്ങൾ തസ്ബീത്ത് ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, മുജാഹിദുകളാണ് പറയുന്നത്. അവർ കന്നുകാലികളെ കൊണ്ടുപോകുന്ന പോലെ മറവ് ചെയ്യുകയല്ല. നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോകുന്ന പോലെ കട്ടെടുത്തിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്നവരല്ല. അവർ ദിക്ർ ചൊല്ലുന്നു, പ്രാർത്ഥനകൾ ചൊല്ലുന്നു. നിങ്ങളെ കാണിക്കാറില്ല, നിങ്ങളെ അറിയിക്കാറില്ല. ദീൻ പഠിപ്പിച്ചതാ ചെയ്യുന്നത്. ആ മയ്യത്തിനങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ നിങ്ങൾ മയ്യത്തിന് വേണ്ടി തസ്ബീത്ത് ചൊല്ലണം. ചൊല്ലുവോ? ഖബർക്ക് ഇറക്കി വെക്കുമ്പോൾ ഒരു 3 പിടി മണ്ണ് വാരിട്ട് ഉടൻ തുടങ്ങും യാസീൻ. ഇപ്പൊ ചിലയിടത്ത് തുടങ്ങിയിട്ടുണ്ട്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ. നല്ലൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. 30 ആയത്ത് വിശുദ്ധ ഖുർആനിന്റെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന പഠിപ്പിച്ച പോരിഷുള്ള സൂറത്താ. എപ്പോഴാ ഓതേണ്ടത്? നമ്മൾ ഖബർക്ക് ഇറക്കിച്ചിട്ടോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് മൗലൂദും ഹദ്ദാദും റാത്തീബായിട്ട് നടക്കുക, എന്നിട്ട് മരിച്ച തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു യാസീൻ നടക്കുക. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, ഈ സൂറത്തുകളെങ്കിലും ഒന്ന് അർത്ഥം വെച്ച് വായിച്ചു നോക്ക്. എന്താ സൂറത്തുൽ മുൽക്കിൽ പറയുന്നത്? ഞാൻ എൻ്റെ ജീവിതകാലത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ ഞാൻ നരകത്തിലാകുമായിരുന്നില്ല. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഇതൊക്കെ ഞങ്ങളൊന്ന് ദുനിയാവിൽ ജീവിച്ചിരിപ്പുള്ള കാലത്ത് കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിലാകൂലായിരുന്നു. അന്ന് ചിന്തിയും ബുദ്ധിയൊക്കെ പണയം കൊടുത്തു, എല്ലാവർക്കും ശമ്പളം കൊടുത്തു, വരിസംഖ്യ കൊടുത്തു, മാസം മാസം ഭക്ഷണം കൊടുത്ത്, പെരുന്നാളിന് നല്ല വസ്ത്രം കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ദീന് പറഞ്ഞു തരണട്ടോ എന്നൊരു വസിയത്ത് കൊടുത്തൂടെ? ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. നിങ്ങളേക്ക് ആ ഖുർആനിലും ഹദീസിലും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഇമാമിങ്ങൾക്ക് ഫിഖഹിൻ്റെ മസാലകളിലൊക്കെ പഠിപ്പിച്ച നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ലപോലെ പഠിപ്പിച്ചു തരണട്ടോ എന്ന് പറഞ്ഞൂടെ? എന്താ വരിസംഖ്യ കൊടുക്കണേ? നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മകളിൽ അഭിപ്രായപ്പെട്ടുകൂടാ? ഈ മജ്ലിസുൻ നൂർ മഹദറത്തുൽ ബദരീം ഇതിൽ പങ്കെടുത്ത ക്യാൻസർ മാറും, കിഡ്നി പ്രശ്നങ്ങൾ തീരും. ഇവരെ എല്ലാതും കെട്ടിത്തൂക്കണത് ദീനുമക്കല്ല, ദുനിയാവുമക്കാണ്. കടം വീടും, രോഗം മാറും, അത് മാറും, ഇത് മാറും, ജോലി ശരിയാകും, കുട്ടികളുണ്ടാകും. എന്തൊക്കെയാണ് ഈ അടുത്ത് ഒരു കറാമത്ത് പറയാ? ഒരു ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പരാതിയുമായി വന്നു, കുട്ടികളില്ല എന്ന് പരാതിയുമായി വന്നപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, അത്രേ ഞാൻ തിന്നതിൻ്റെ എച്ചിൽ തിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എച്ചിൽ കുറേ കാലം തിന്നപ്പോൾ പെണ്ണ് ഗർഭിണിയായി. അയാൾ തിന്നതിൻ്റെ എച്ചിൽ തിന്നിട്ട് ഗർഭിണിയായ കറാമത്ത് കയറി സെർച്ച് ചെയ്യും സുഹൃത്തുക്കൾ. ഇപ്പോൾ പുതിയ വന്നതല്ലതൊക്കെ എന്തൊക്കെയാ പറയണേ? ഒരു നിയന്ത്രണമില്ല. ആരെങ്കിലും ഇതിനെതിരെ പറഞ്ഞ അപ്പ കാസിമി ഇളകും. ഇതാ തൊപ്പി വെച്ച വഹാബി വരുന്നുണ്ട്, തൊപ്പി വെച്ച MP വരുന്നുണ്ട്. നിങ്ങൾ വഹാബി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ കഴിയൂല. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ ഫഅതറഫൂ ബിദംബിഹിം ഫസുഹഖൻ ലി അസ്ഹാബിസ് സഈർ. നരകത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകും ദുനിയാവിൽ നിന്ന് പഠിക്കാതെ പോയ ആളുകൾ. എന്താ യാസീൻ സൂറത്ത് പറഞ്ഞത്? യാസീൻ സൂറത്ത് എന്താ പറഞ്ഞു? കുറ്റവാളികളായ പാപികളായ മനുഷ്യന്മാർ നരകത്തിന്റെ മുമ്പിലെത്തുമ്പോൾ പറയുന്നുണ്ട്, വന്താസുല്യവും അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ വർത്തമാനത്തിന് വരണ്ട,
മാറി നിൽക്കണം നിങ്ങൾ. എന്തുകൊണ്ട്? അലം അഹദ് ഇലൈക്കും, നിങ്ങൾക്ക് ഖുർആനിലൂടെ ആയത്തുകളിലൂടെ കരാറ് പറഞ്ഞിട്ടില്ലേ, യാ ബനീ ആദം, ആദമിന്റെ സന്താനങ്ങളെ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിനെ ആരാധിക്കണം, പ്രവാചകന്റെ മാർഗം നിങ്ങൾ പിൻപറ്റണം. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, എന്നെ ആരാധിച്ചോളൂ. പിശാച് പറയുന്ന കെണികളിലേക്ക് നിങ്ങൾ പോകണ്ട. ഏലസും മാട്ടുമാരണങ്ങളുമായി നടക്കുന്ന ആളുകൾ, എന്തിനേറെ ജോത്സ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നെത്തിയിട്ട് മൻ അതാ അറാഫൻ ഔ കാഹിനൻ, ഒരു ജോത്സ്യന്റെ അടുത്ത്, ഒരു മാരണക്കാരന്റെ അടുത്ത് ചൊല്ലുന്നു, വയസ്അലുഹു, എന്നിട്ട് അവനോട് ഭാവിയെക്കുറിച്ച് ചോദിക്കുന്നു, വയതസദ്ദഖു ബിഹി, ആ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നീ അംഗീകരിക്കുന്നു, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എന്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല, അള്ളാന്റെ ഖുർആനിൽ നീ നിഷേധിച്ചിരിക്കുന്നു. നിനക്ക് പടച്ചോന്റെ ഖുർആനിൽ വിശ്വാസമില്ല. മന്നതാ അറാഫൻ, മറ്റൊരു ഹദീസിൽ മന്നല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ജനിച്ച കുട്ടിക്ക് 3-ാം ദിവസം കൊണ്ടുപോയി കെട്ടിട്ടില്ലേ, 40-ാമത്തെ കെട്ടിക്കൊടുക്കൂലേ? എത്ര ആൾക്കാരെയാണ് മരിച്ചിട്ട് അവസാനം മറവ് ചെയ്യാൻ സമയത്ത് തുണിന്റെ ഉള്ളിൽ നിന്ന്, അതുപോലെ അവിടുന്നും ഇവിടുന്നും കയ്യിൻ്റെ ഉള്ളിൽ നിന്നും തണ്ടൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടി. ഈ ഏലസുകൾ എന്ത് മാനദണ്ഡമാണ് സുഹൃത്തെ, അതിൻ്റെ ഉള്ളിൽ തൊളിച്ചു നോക്ക്. എന്തൊക്കെ മാട്ടുമാരണങ്ങളുമായി ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവർ. ആദ്യമായി ഞാൻ പറഞ്ഞു നിങ്ങളോട്, ജീവിതത്തിൽ പ്രതിസന്ധി, വിഷമങ്ങൾ, ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ മുൻഗാമികൾ ചിന്തിച്ചതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗത്തിൻ്റെ പ്രതിസന്ധി അനുഭവിച്ചു. 18 വർഷക്കാലത്തോളം തൻ്റെ സ്കിന്ന് തൊലിയാകെ ശോഷിച്ച് ജീർണിച്ച അവസ്ഥയിലേക്കെത്തി. പക്ഷെ ഒരിക്കലും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് എനിക്ക് മതിയായി, ഞാൻ പ്രാർത്ഥിക്കൂല എന്ന് പറഞ്ഞോ? നിരാശനായോ? ഇല്ല. അയ്യൂബ ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയൽളുറു വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹ് എനിക്കൊരുപാട് ബുദ്ധിമുട്ട് വന്ന് വിഷമങ്ങൾ വന്നിരിക്കുന്നു, നീ ഏറ്റവും കാരുണ്യവാനാണ്. ഫസ്തജബ്നാ ലഹു, അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, ആ മനുഷ്യൻ അനുഭവിച്ച പ്രയാസത്തിൽ നിന്ന് നീക്കിക്കൊടുത്തു. ഇതൊക്കെ ഖുർആനിലില്ലേ? അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരലാണ്. പരലോകത്ത് ഞാൻ വരും, അന്നേ ദിവസം എന്നെ രക്ഷപ്പെടുത്താൻ ഒന്നുമില്ല. ക്ഷമിച്ച് സഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിച്ചാൽ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ, സുഹൃത്തുക്കളെ, ആര് ചൊല്ലി തന്നാലും ഏത് വെള്ളം കുടിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിക്കാതെ നിന്റെ നാവിന് ചലിപ്പിക്കാൻ കഴിയില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം മനസ്സിലാക്കിക്കോ. മാത്രവുമല്ല, പരലോകത്ത് വരുമ്പോൾ ഇന്ന് നിങ്ങളേറെ വെറുക്കുന്ന മുജാഹിദുകൾ, ഒരുപക്ഷെ ഈ നാട്ടിലെ പലരോടും, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പോലെ ഒന്ന് മിണ്ടാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് മുഖത്ത് നോക്കാൻ മടിക്കുന്ന, ലജ്ജിക്കുന്ന ഈ ആളുകൾ നാളെ പരലോകത്ത് വരുന്ന ഒരു രംഗമുണ്ട്. അന്നവർ വിലപിച്ചിട്ട് അല്ലാഹുവിനോട് നരകത്തിന്റെ മുമ്പിൽ വെച്ച് വിലപിച്ച് പറയുന്ന ഒരു വാക്ക് ഖുർആൻ പറയാ, ഇന്നാ തഅനാ സാദതനാ വകുബറാനാ ഫളല്ലൂന സബീലാ, അല്ലാഹ് ഞങ്ങൾ നേതാക്കന്മാരങ്ങ് അനുസരിച്ചു പോയി, ഞങ്ങളെ മുതിർന്നവരായ കുറെ ആളുകളുണ്ടായിരുന്നു, അവരെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു, അവരെന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഞങ്ങളത് സമ്മതിച്ചു. മഹാന്മാരല്ലേ, വലിയ വലിയ ആളുകളല്ലേ എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് അവര് പറയാ ഫളല്ലൂന സബീല, ഞങ്ങളെ അവരാകെ വഴിതെറ്റിച്ചില്ല പടച്ചോനെ, വിടരുത് അവരെ, ഞങ്ങൾ ഇത്രകാലം ബഹുമാനിച്ചവരാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്കണം. വൽ അൻഹും ലഅനൻ കബീറാ, ഇവർക്ക് അങ്ങേയറ്റത്തെ ശാപം കൊടുക്കണം പടച്ചോനെ. ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചത്. നിങ്ങളെ പഴപ്പിച്ചത് ആരാന്ന് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഞാൻ പരലോകത്ത് വരും, എനിക്കെൻ്റെ കൂടെ ആരുമില്ല. കുല്ലുഹും ആതീഹിം യൗമൽ ഖിയാമത്തി ഫർദാ, എല്ലാ മനുഷ്യരും ദുനിയാവിലേക്ക് വന്നത് ഉമ്മാന്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റക്കാ വന്നത്.
ഇവിടുന്ന് തിരിച്ചു പോകുന്നതും അതുപോലെയാണ്. എല്ലാവരും നാളെ പരലോകത്ത് ഒറ്റക്കൊറ്റക്കങ്ങ് വരും. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നമ്മളെ പടച്ചത്. വഫീഹാ നുഈദുകും, ആ 6 അടി മണ്ണിലേക്ക് യുഎഇയുടെ ഭരണാധികാരി ഷെയ്ഖ് ഖലീഫ, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എത്ര സമ്പത്തും സൗകര്യവും രാജ്യത്തിന്റെ അധികാരവും ചെങ്കോലും ഒക്കെ കയ്യിലുണ്ട്. 6 അടി മണ്ണല്ലാതെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയിട്ടുണ്ടോ? ഒന്ന് പരിശോധിച്ചോ പ്രിയപ്പെട്ടവരെ. എത്ര വലിയവനാണെങ്കിലും 6 അടി മണ്ണിനേക്കാൾ വലുതായി ഒന്നും ഇവിടെ നിന്ന് കിട്ടാനില്ല. നാളെ പരലോകത്ത് വരുമ്പോൾ ഒറ്റക്ക് വരികയാണ്. ജലാകർമ്മം ചെയ്യാത്തവനായി, വിവസ്ത്രനായി, നഗ്നപാതകനായി ഖിയാമത്ത് നാളിൽ പേടിച്ചുകൊണ്ട് വരികയാ. എന്തിനാ? വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ, റബ്ബ് വരികയാണ്, മലക്കുകൾ വരികയാണ്, അണി അണിയായി വരിക. വജ്ഹീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു സിക്റ. മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എൻ്റെ ദുനിയാവിൽ ആ നല്ലത് കേട്ട് ജീവിച്ച് നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എല്ലാ തിന്മ ഒഴിവാക്കിക്കോ. അശ്ലീലങ്ങൾ കാണുന്നവരുണ്ടോ? അത് ഒഴിവാക്കിക്കോ. സംഗീതത്തിന്റെ ലഹരിയുണ്ടോ? ഒഴിവാക്കിക്കോ. വിനോദങ്ങളും സിനിമകളും കഞ്ചാവുമായി നടക്കുന്നവരെ ഇനി തിരുത്താൻ എത്ര രഹസ്യമായി നീ കൊണ്ട് നടന്നാലും യസ്തഗ്ഫൂന മിനല്ലാഹ് യസ്തഗ്ഫൂന മിനന്നാസ് ലാ യസ്തഗ്ഫൂന മിനല്ലാഹ്, അള്ളാന്റെ കണ്ണ് മറച്ചു വെക്കാൻ കഴിയൂല. എല്ലാതും അല്ലാഹ് കാണുന്നുണ്ട്. ആപ്പാനെ ഉമ്മാനെ നാട്ടുകാരെ പറ്റിക്കാൻ സാധിക്കും, അള്ളാനെ പറ്റിക്കാൻ കഴിയില്ല. അള്ളാന്റെ മുമ്പിലേക്കാണ് ഖിയാമത്ത് നാളിൽ നമ്മളൊക്കെ വരുന്നത്. ഏതെങ്കിലും സിഗരറ്റ് വലിക്കുന്ന സഹോദരന്മാർ ഈ അങ്ങാടിയിലുണ്ടോ? കച്ചവടക്കാരെ, നിങ്ങളോട് ഈ വിനീതനായ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എത്ര മനുഷ്യന്മാർക്ക് ക്യാൻസറാണടാ നീ വിതരണം ചെയ്യുന്നത്. സത്യമല്ലേ? നീ അറിഞ്ഞുകൊണ്ടല്ലേ അത് വിൽക്കുന്നത്. ഒരു നയാ പൈസ എനിക്ക് വേണ്ട, സിഗരറ്റ് ഞാൻ എൻ്റെ കടയിൽ വിൽക്കില്ലെന്ന് പറയാൻ പ്രിയപ്പെട്ട മുസ്ലിമായ കാക്കാ നിങ്ങൾക്ക് സാധിക്കണം. സ്നേഹത്തോടെ പറയാ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വാപ്പമാരെ, നിങ്ങൾ ഈ സാധനം മേടിക്കരുത്. എത്ര പൈസ കൊടുത്താണ് ഈ രോഗം മേടിക്കുന്നത്? 18 കോടിയുടെ മരുന്നിന് വേണ്ടി കെഞ്ചുമ്പോഴും 100 രൂപക്കും 200 രൂപക്കും ഇത് മേടിച്ച് വലിക്കുന്നവരെ, നിന്റെ ഈ ദുർഗന്ധം അമിക്കുന്ന ചുണ്ടുമായി നിനക്കെങ്ങനെ സലാം പറയാൻ പറ്റുന്നു? ഈ ദുർഗന്ധം പേറിയ ചുണ്ടുമായി നിന്റെ ഭാര്യ, പാവം ആ പെണ്ണ് എത്ര സഹിക്കണം? നിങ്ങൾ പേരക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ ക്യാൻസറിന്റെ പുകയല്ലേ? ഒന്ന് ചിന്തിച്ചോ. എന്തൊക്കെ ഹറാമ് വേണ്ടാത്തത് ചെയ്യുന്നുണ്ടോ? ഒരാളും വരാനില്ല, ഒറ്റക്കൊറ്റക്ക് പരലോകത്ത് വരും. അന്ന് അവൻ ചിന്തിക്കുന്ന വാക്കിതാണ്, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, ഞാൻ എൻ്റെ ജീവിതത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നെങ്കിൽ നന്നായേനെ. ഇവിടെ വേറെന്തെങ്കിലും തൊരീക്കത്തും സൂഫിസവും ഷീഇസവും ഖബറിസൊക്കെ ആയിട്ട് കൊണ്ടു നടന്ന് ജീവിതത്തിൽ വേണ്ടതൊന്നുമില്ല. എടോ, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് +2ന്റെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. അതിനൊരു സിലബസ് ഉണ്ട്, അത് പഠിക്ക്. കൃത്യമായൊരു മാനദണ്ഡമുണ്ട്, അതിലേക്ക് കടന്നു വരണം. ആ പരലോകത്ത് അനുഭവിക്കുന്ന ബേജാറുകളിൽ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുക. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇന്ന് പലർക്കും സത്യമറിയാം. മുജാഹിദുകൾ പറയുന്നത് കുറച്ചൊക്കെ ശരിയുണ്ട്, ഇല്ലേ? സമ്മതിക്കുന്നവരുണ്ട്. മുജാഹിദുകൾ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നെങ്കിലും സമ്മതിക്കുന്നവരുണ്ട്. ശരി, പിന്നെന്താ നിനക്ക് തടസ്സം? എൻ്റെ വാപ്പാക്ക് ഇഷ്ടമല്ല, എൻ്റെ ഭാര്യയെ എതിർക്കുന്നു, നാട്ടുകാരൊന്നും സപ്പോർട്ടില്ല. ഒറ്റ ആയത്ത് പഠിച്ചോ, സൂറത്തുൽ മആരിജ്. സൂറത്തുൽ മആരിജ്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീ. ഒരുപാട് പാപങ്ങളുമായി കുറ്റങ്ങളുമായി പരലോകത്ത് വരുമ്പോൾ അവനിങ്ങനെ കൊതിച്ചു പോവുകയാണ്, അല്ലാ എനിക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടണം, പകരമായി ഞാൻ എന്ത് തരാം? ബിബനീ, ഞാൻ താരാട്ട് പാടിയ, ഞാൻ പാലൂട്ടിയ, ഞാൻ സ്നേഹിച്ചു വളർത്തിയ, ഒരുപാട് രാത്രി ഉറക്കമൊഴിച്ച എൻ്റെ പുന്നാര മോനത്തരാ. അല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ? വസാഹിബത്തിഹി വഅഖീ, എൻ്റെ ശരീരത്തിൻ്റെ ചൂരും ചൂടും പങ്കുവെച്ച, എൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലം എന്നെ എല്ലാ നിലക്കും സംരക്ഷിച്ച എൻ്റെ പ്രിയതമയെ ഞാൻ അങ്ങ് തരാം. വഅഖീ, എൻ്റെ ഏട്ടനെ തരാം, അനിയനെ തരാം, എൻ്റെ ഉമ്മാന്റെ മുലപ്പാൽ നുകർന്ന, ഒരേ മുറ്റത്ത് കളിച്ചുല്ലസിച്ച, ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച, ഒരേ പായയിൽ അന്തി ഉറങ്ങിയ എൻ്റെ ഇക്കാക്കമാരെ
ഉമ്മമാരെ തരാം, വഫസീലതിഹില്ലതി തുവീ. എനിക്കൊരുപാട് പ്രശ്നങ്ങൾ, വീട് പണി, രോഗങ്ങൾ, മക്കളെ കെട്ടിക്കൽ പലതും വന്നപ്പോൾ എന്നെ സഹായിച്ച മാമന്മാര് പെങ്ങന്മാരെല്ലാവരും ഉണ്ട്. എൻ്റെ കുടുംബങ്ങളെ ഞാൻ ഈ നരകത്തിലേക്ക് തരാം. വമാ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ വേണമെങ്കിൽ ഞാൻ തരാം, ഒന്ന് രക്ഷപ്പെടുത്തി തരാമോ എന്ന് കെഞ്ചി നോക്കും. അല്ല പറയാണ്, അതിൻ്റെ സമയമല്ല മോനെ. ഇവിടെ ഖേദങ്ങൾക്ക്, വിലാപങ്ങൾക്ക്, കരച്ചിലിന്, കണ്ണീരിന് വിലയില്ല. ഈ ലോകമാണ് പണിയെടുക്കാനുള്ള ലോകം. അതിന് ഹിസാബുൻ, നാളെ പരലോകം വിചാരണയാണ്. ആ സമയത്ത് അല്ല പറയും, എത്ര ഇവിടഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. കല്ലാ ഇന്നഹാ ലളാ നസാതൻ ലിശവാ. നിനക്കില്ല, അള്ളയാണ്, ആളിക്കത്തുന്ന നരകമാണ്. നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടാനില്ല. കൈകൾ മുഴുവൻ കൂട്ടിക്കെട്ടി 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ മനുഷ്യൻ്റെ ശരീരം കൂട്ടിക്കെട്ടി സുഹൃത്തെ തീപിടുത്തണ്ടായി. വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കൈ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് തടവാം, അല്ലെങ്കിൽ വെള്ളമെടുത്തൊഴിക്കാം. കാരണം നമ്മുടെ കൈകൾ കെട്ടിയിട്ടില്ല. നരകത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചിഴക്കും മുമ്പ് 70 മുഴം നീളമുള്ള ചങ്ങലയിൽ പിടിച്ചു കെട്ടിയിട്ട് ഖുദൂഹു ഫഗുല്ലൂ, പിടിക്കവനെ, ബന്ധിക്കവനെ, സുമ്മൽ ജഹീമ സല്ലൂ, ബന്ധരിയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയവനെ. എന്ത് പാപമാണ് അവൻ ചെയ്തത്? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം. അല്ലാഹനെ നേരാവണ്ണം വിശ്വസിച്ചിരുന്നില്ല. നമ്മുടെ ദൈവനിഷേധവും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ അത്തരം സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹനെ ശരിക്കുള്ള വിശ്വാസം അവർക്കുണ്ടായില്ല. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. മനുഷ്യരെ, പാവങ്ങളെ സഹായിക്കാൻ അവനുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മനസ്സിലേക്ക് ഈ അവസാന വാചകങ്ങൾ മാത്രം കുറിപ്പിച്ചു വെച്ച് പഠിക്കണമെന്നും, ഞാൻ സംസാരിച്ച എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒഴിവ് പോലെ ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ തിരിച്ചു വരുമ്പോൾ സ്വസ്ഥമായിരുന്നൊന്ന് കേട്ട് പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾ സംഘാടകരുമായി ബന്ധപ്പെടണം. എന്തിന്? പഠിക്കാൻ. സംശയങ്ങൾ ദൂരീകരിക്കണം. കിതാബുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. വീട്ടിലിരുന്ന് പഠിക്കാൻ നിരവധി സൗകര്യങ്ങളുണ്ട്. പഠിക്കാൻ ഇതൊരു വേദിയാണ്, അവസരമാണ്, ദീനിൻ്റെ അറിവാണ്. സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറയാറുണ്ട്, അറിവിൻ്റെ ഒരു മജ്ലിസ് കാണുമ്പോൾ നീ എണീറ്റ് ഓടി പോകരുത്. ഒരു പക്ഷേ നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു നന്മ ആ സദസ്സിൽ നിന്നായിരിക്കും നിനക്ക് കിട്ടുക. നീ അതിനെ ചെറുതായി കാണരുത്. ആ ഒരൊറ്റ കാര്യം ഗൗരവത്തോടെ കാണുക. ആത്മാർത്ഥമായി പരസ്പരം നമ്മുടെ നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ഇവിടുത്തെ മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഭീകരവാദ വിരോധങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമോ ഫോബിയകളും ഒക്കെ നിറഞ്ഞു നാടുന്ന ഒരു രംഗത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയാവുന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ നന്മകളിലേക്ക് മുന്നിട്ട് വന്ന് കാണിച്ചു കൊടുക്കുക ഞങ്ങളുടെ മുസ്ലിം എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ, കൊലപാതകങ്ങളുടെ, രാഷ്ട്രീയത്തിൻ്റെ, അക്രമത്തിൻ്റെ, വർഗീയ വിദ്വേഷത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ തുടച്ചു നീക്കണം. അതിന് ആ കറകളെ ഉണ്ടാവരുതെന്ന് വേണമെന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം കുടുംബങ്ങളുമായി, മക്കളുമായി, മാതാപിതാക്കളുമായി, ഭാര്യ ഭർത്താക്കന്മാരുമായി അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ ബന്ധം, പിണക്കങ്ങളില്ലാതെ, വെറുതെ കലപിലകളില്ലാതെ, സാന്ത്വനത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശങ്ങളുമായി നമ്മുടെ വീടുകൾ എന്നും ജ്വലിച്ച് മുന്നോട്ട് പോകണം. നാട്ടിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുടുംബം കെട്ടുറപ്പുള്ള കുടുംബമായി മാറണം. നമ്മുടെ മക്കൾ, യുവാക്കൾ ദീനിൻ്റെ പാതയിൽ, പള്ളിയിൽ, നമസ്കാരത്തിൽ, ജമാഅത്തിൽ, ദഅവത്തിൽ ഉണ്ടാകാൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ടാക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ ഉമ്മമാരെ, പെങ്ങന്മാർ ദീന് പഠിച്ചാൽ, ഒരു പെണ്ണ്, ഒരു പെങ്ങള് ഇസ്ലാമിൻ്റെ സന്ദേശം അങ്ങ് പഠിച്ചാൽ ആ വീട്ടിലെ മക്കൾക്കും ഉമ്മാക്കും ബാപ്പാക്കും അവൾ മതി വല്ലാത്ത ഒരു സാന്ത്വനമാകാൻ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടാവട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ സന്ദേശം, ഈ ശബ്ദം നീ ഒരു ഹിദായത്തിൻ്റെ, നന്മയുടെ മാർഗമായി നീ സ്വീകരിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകളുടെ മനസ്സുകളിലേക്ക് ഈ സന്ദേശത്തെ എത്തിച്ചു കൊടുത്തത് റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഇതിൻ്റെ സംഘാടകരുടെ സമ്പത്തും സമയവും ആരോഗ്യവും ഊർജ്ജവും ഒക്കെ നീ വലിയ നന്മകളാക്കി നാളെ പരലോകത്ത് കബൂലാക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.